أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم يا همة الشيخ اغفري لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالظفر اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. ജീവിതത്തിൽ മുസ്തഫീദിലെ ഒരു പുതിയൊരു അധ്യായം തുടങ്ങാണ് ഇന്ന്. ഈ അധ്യായം അദബിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. മത്ലബ് സാനി, രണ്ടാമത്തെ അധ്യായം. ഫീ ബഅദി മാ യുശീറു ഇലാ ഹഖീഖത്തുൽ അദബ്, അദബിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ചൂണ്ടുന്ന കാര്യങ്ങൾ പറയുന്ന അധ്യായം. അലാ ജിഹത്തുൽ ഇജ്മാൽ, സംക്ഷിപ്തമായി അദബിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയുന്ന അധ്യായം. ബയാനി മൻഷഇഹി വ മക്കാനത്തിഹി, അതുപോലെ തന്നെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നത്, വ്യക്തമാക്കുന്നത്. മിൻ ത്വരീഖ അഹ്ലിൽ കമാൽ, പരിപൂർണരായ ആളുകളുടെ വഴിയിൽ. ഈ അഹ്മദിയ ത്വരീഖത്ത് അക്കങ്ങൾ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയധികം ഉത്തമമായ അദബുകളെ ഉൾക്കൊള്ളുന്ന ഒന്നായതുകൊണ്ടും വിവരദോഷികൾ നിഷേധിക്കുന്ന ഇതിലെ മിക്ക വിഷയങ്ങളും ബുദ്ധിമാന്മാരുടെ വീക്ഷണത്തിൽ അദബിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ യാഥാർത്ഥ്യത്തിലുമാണ് കെട്ടിപ്പടക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ടും ഈ ഗ്രന്ഥത്തിലെ മറ്റ് സകല വിഷയങ്ങൾക്ക് മുമ്പായി ഈ വിഷയം ആദ്യം തന്നെ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവിടെ ശേഖവർകൾ ഈ അദബിനെ മുൻപന്തിയിൽ കൊണ്ടുവരാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് പറയണം. കാരണം നമ്മുടെ ത്വരീഖത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദബിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഏറ്റവും ഉന്നതമായ അദബിനെ അടിസ്ഥാനമാക്കി പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് അത് എന്താ അങ്ങനെ താഴ്ന്ന പരിപാടി പോലെ അവർക്ക് തോന്നും. അവരുടെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്. അഹമ്മദ് സുഖരി തങ്ങൾ അതിൻ്റെ വിഷയത്തിൽ പറയുന്നത് കാണാം. നമ്മുടെ തിജാനിയ ത്വരീഖത്ത് അദബിൻ്റെ ത്വരീഖത്താണ്. മറ്റെന്തിനേക്കാളും മുമ്പ് അദബിന്മേൽ അടിത്തറ പടുത്തുയർത്തപ്പെടാത്ത യാതൊരു നിയമവും അതിലില്ല. നമ്മൾ തിജാനികളുടെ അടുക്കൽ അദബ് എന്നത് കേവലം നോട്ടത്തിലും ചിന്തയിലും മാത്രം ചുരുങ്ങിയതല്ല, മറിച്ച് ആത്മീയമായ അനുഭൂതിയിലേക്കും ആത്മീയ രുചികളിലേക്കും സ്നേഹത്തിലേക്കും കൊതിയിലേക്കും വരെ അത് കടന്നു ചെല്ലുന്നു. അത് നമ്മൾ അദബ് എന്ന് പറയുന്നത് വെറും നമ്മൾ നോട്ടത്തിലും സംസാരത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും, ഏതുവരെ സ്നേഹത്തിൽ വരെ നമ്മൾ തീവ്രമായ ഒരു കൊതി ഉണ്ടാവുന്നത്, അള്ളാഹുവിനോടുള്ള തീവ്രമായ കൊതി ഉണ്ടാവുന്നതിൽ വരെ, ആത്മീയമായ രുചികളിലും അനുഭൂതികളിലും വരെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള അദബ് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ത്വരീഖത്തിൽ. അത് തഖ്വയുടെ വസ്ത്രത്തിന് സമാനമായൊരു വസ്ത്രമാണ്. സാദിഖായ മുരീദിൻ്റെ സകല ചിന്തകളിലും അടക്കങ്ങളിലും പോലും അത് അവനെ വേർപിരിയുകയില്ല. ഈ ചിന്തയിൽ പോലും അവൻ പരിപാലിക്കേണ്ട അദബ്, അവനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും അവൻ പരിപാലിക്കേണ്ട അദബ്, ഇതൊക്കെ നമ്മുടെ ത്വരീഖത്തിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മറിച്ച് ബാഹ്യമായും ആന്തരികമായും അവനത് അണിയുന്നു എല്ലാ സമയങ്ങളിലും. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അർബി ബിൻ ഷായി തങ്ങൾ ഈ അദബിൻ്റെ ഈ ചാപ്റ്ററിന് ആദ്യമായി കൊണ്ടുവന്നത്. ഇതിൻ്റെ ലക്ഷ്യങ്ങളുടെയും മാർഗങ്ങളുടെയും മുഖത്ത് ശോഭിക്കുന്ന ഒരു അടയാളം പോലെ അതായിത്തീരാൻ വേണ്ടിയാണിത്. അതിനാൽ അള്ളാഹുവിൻ്റെ തൗഫീഖും വ്യക്തതയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും വഴികളിലേക്കുള്ള അവൻ്റെ മാർഗദർശനവും തേടിക്കൊണ്ട് ഞാൻ പറയുന്നു. നീ അറിയുക, അള്ളാഹു തആലയുടെ ആളുകളുടെ വഴിയിൽ ഏതൊരു കാര്യത്തെക്കാളും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അദബാണ് എന്ന വിഷയത്തിൽ പൂർണ്ണത പ്രാപിച്ച മശായിഖന്മാരും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടവരും അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നവരുമായ ആരിഫീങ്ങളും ഏകോപിച്ചിരിക്കുന്നു. ഏതൊരു വിഷയമാണെങ്കിലും അള്ളാഹിൻ്റെ ആളുകളുടെ വഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദബാണെന്നുള്ള കാര്യത്തിൽ ഒരു ശൈഖന്മാർക്കും അള്ളാഹുവിൽ എത്തിച്ചേർന്ന ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമല്ല. അള്ളാഹു തആലയുടെ ആളുകളുടെ വഴിയിൽ ഏതൊരു കാര്യത്തെക്കാളും ഏറ്റവും പ്രധാനം അർഹിക്കുന്നത് അദബാണ്. അത് സകല നന്മകളുടെയും പുണ്യങ്ങളുടെയും സമാഹാരമാണ്. വിവിധ തരം ആരാധനകളും കർമ്മങ്ങളും ക്രമീകരിക്കുന്നത് അദബാണ്. സകല മക്കാമുകളുടെയും ഹാലുകളുടെയും അടിസ്ഥാനവും അതുതന്നെയാണ്.
അവർ ഇപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവയിലെല്ലാം അദബിൻ്റെ വഴി ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും അവനുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്നും ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും വഴിമാറി സഞ്ചരിച്ചാൽ അവൻ അള്ളാഹുവിൽ നിന്ന് മുറിഞ്ഞു പോവുകയും അവനിൽ നിന്ന് വേർപെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ഏതൊരു ആത്മീയമായ ഹാലിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഏതൊരു ആത്മീയമായ മക്കാമെത്തി ചേർന്നതാണെങ്കിലും അവൻ അവിടെ അദബ് പാലിച്ചാൽ എപ്പോഴും അള്ളാഹു എന്ന ലക്ഷ്യത്തിൽ അവൻ എത്തിച്ചേർന്നവനായി മാറും. അവനുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥിരത അവൻ അനുഭവപ്പെടും. എന്നാൽ ഏതൊരു ഹാലിലെത്തിയാലും ഏതൊരു ആത്മീയ അവസ്ഥയിലെത്തിയാലും എത്ര മുന്നോട്ട് നമ്മൾ ഗമിച്ചാലും അവിടെയൊക്കെ നമ്മൾ അദബ് പാലിച്ചിട്ടില്ലെങ്കിൽ എത്ര മുന്നിലാണെങ്കിലും ശരി അവിടെ നിന്ന് നമ്മൾ മുറിഞ്ഞു പോവുകയും വേർപെട്ടു പോവുകയും ചെയ്യും. കാരണം തരീക്കത്ത് പൂർണ്ണമായ അദബുകളാണ് എന്ന് പറയപ്പെട്ടതുപോലെ ഓരോ സമയത്തിനും അതിൻ്റേതായ അദബുകളുണ്ട്, ഓരോ ഹാലിനും അദബുകളുണ്ട്, ഓരോ മക്കാമിനും അദബുകളുണ്ട്. അതിനാൽ ആരെങ്കിലും അദബ് മുറുകെ പിടിച്ചാൽ അവൻ മഹാന്മാരുടെ പദവികൾ എത്തിച്ചേരും. എന്നാൽ ആർക്കെങ്കിലും അദബ് നിഷേധിക്കപ്പെട്ടാൽ താൻ അള്ളാഹുമായി സാമീപ്യം സിദ്ധിച്ചവനാണെന്ന് അവൻ കരുതുമെങ്കിലും അവൻ അതിൽ നിന്ന് വളരെ അകലെയാണ് എന്ന അവസ്ഥയിലാവും. അപ്പോൾ അദബില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിചാരിക്കും ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് അടുത്തിട്ടുണ്ട്, വലിയ സാമീപ്യം സിദ്ധിച്ച ആളാണെന്ന് അവൻ കരുതും. പക്ഷെ അവന് ഒരു സാമീപ്യം ഉണ്ടാവില്ല. അത് അവൻ്റെ കരുതൽ മാത്രമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മുനാഫിക്കീങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, അവരെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അവർ കരുതുന്നത് അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന്, നമ്മൾ നല്ലതാക്കാൻ വേണ്ടി ശരിയാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അവർ പറയുകയും ചെയ്യും. പക്ഷെ അവർക്ക് അദബില്ലാത്തത് കൊണ്ട് അവർ ആ വഴിയിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ്. താൻ അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുമെന്ന് അവൻ കരുതുമെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും തള്ളപ്പെട്ടവനാണ്. അവൻ വിചാരിക്കും അവൻ്റെ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യമുള്ള ആളാണ്, ഷെയ്ഖിൻ്റെ അടുത്ത് വലിയ സ്വീകാര്യത ആളാണ്, മഹത്തുക്കളുടെ അടുത്ത് വലിയ സ്വീകാര്യമുള്ള ആളാണെന്ന് അവൻ കരുതും. എന്നാൽ അവനൊന്നും ഉണ്ടാവില്ല. അദബില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇതുപോലെയുള്ള അവരുടെ വ്യക്തമായ വചനങ്ങളും പ്രകടമായ സൂചനകളും അള്ളാഹു താല ഉദ്ദേശിച്ചാൽ ഈ അധ്യായത്തിൽ നാം ഉദ്ധരിക്കുന്നതാണ്. അള്ളാഹു താലയുടെ ആളുകളുടെ അടുക്കൽ അദബിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് സൂചന നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദബിൻ്റെ യാഥാർത്ഥ്യത്തെ വിശദീകരിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള മശായിഖന്മാർ അവലംബമാക്കിയ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസാണ്. ഈ അദബുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഈ ഹദീസാണ്. വിശ്വാസങ്ങൾ പറഞ്ഞു, അദ്ദബനി റബ്ബി, എൻ്റെ റബ്ബ് എന്നെ അദബ് പരിശീലിപ്പിച്ചു, എൻ്റെ റബ്ബ് എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നു. ഫഹ്സനത അദീബി, എന്നിട്ട് ഏറ്റവും നല്ല മനോഹരമായ അദബുള്ളവനാക്കി എന്നെ മാറ്റി. സുമ്മ അമറനി, എന്നിട്ട് എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു ബിമക്കാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാവാൻ വേണ്ടി, ഏറ്റവും നല്ല സ്വഭാവം മുറുകെ പിടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. അപ്പം വിശ്വാസങ്ങളോട് അള്ളാഹു അദബ് പരിശീലിപ്പിക്കുകയും തങ്ങളെ അദബ് പരിശീലിപ്പിക്കുകയും തങ്ങൾ ഏറ്റവും മനോഹരമായ അദബ് കൈക്കൊള്ളുകയും എന്നിട്ട് ആ അദബിനോട് കൂടെ സൃഷ്ടികളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ, ഏറ്റവും നല്ല സ്വഭാവത്തിലായി നിലകൊള്ളാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് അദബിനെക്കുറിച്ച് മശായിഖന്മാർ പറഞ്ഞതിന് അവർ അവലംബമായിട്ട് കരുതുന്ന ഹദീസ്. ഖാലഫിൽ അവാരിഫിൽ മആരിഫിൽ പറയുന്നുണ്ട്, അദബു തഹദീബു ലാഹിർ വൽ ബാത്തിൻ, അദബ് എന്ന് പറയുന്നത് സ്ഫുടം ചെയ്യലാണ്. ലാഹിർ വൽ ബാത്തിൻ, ഒരാളുടെ ആന്തരികവും ബാഹ്യവുമൊക്കെ സ്ഫുടം ചെയ്യപ്പെടുക എന്നതാണ് അദബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈദാ തഹദ്ദബ ലാഹിറുൽ അബ്ദി വൽ ബാത്തിനു, ഏതെങ്കിലും അടിമയുടെ ബാഹ്യവും ആന്തരികവും ആയ അവസ്ഥകൾ സ്ഫുടം ചെയ്യപ്പെട്ടാൽ, അവൻ്റെ ബാഹ്യമായ കർമ്മങ്ങളും ആന്തരികമായ അവസ്ഥകളും സ്ഫുടം ചെയ്യപ്പെട്ടാൽ സാറ അദീബൻ, അവൻ അതുകൊണ്ട് അദബുള്ളവനായി മാറും. വഖാല, മഹാനവറുകൾ വീണ്ടും പറഞ്ഞു, സുമ്മൈതു മഅദുബത്ത് എന്ന് പറഞ്ഞ വിരുന്നാണ്. വിരുന്ന് എന്ന് പേടുന്നത് മഅദുബത്തൻ എന്ന് പേര് വന്നത് ലിസ്തിമാലിഹ അല അഷിയാ ഇൽ ഹസന,
ഏറ്റവും നല്ല കാര്യം അതിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. ഒരാൾ വിരുന്നിന് വിളിക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ വിരുന്നിന് വിളിച്ചാൽ എങ്ങനെ വിളിക്കുക? നമുക്ക് നമ്മളവിടുത്തെ ഒരു മുളക് കറിയും ഒരു കലക്കി ദോശയാണോ നമ്മൾ കൊടുക്കുക വിരുന്നിന് വന്നാൽ? അല്ലല്ലോ. നമ്മുടെ ഏറ്റവും നല്ല ഭക്ഷണം, നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കും. ആടിൻ്റെ തല ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, കോഴി ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും, പിന്നെ ആ കോലിൻ്റെ അയക്കോറുണ്ടാവും, പുഡിങ് ഉണ്ടാവും, എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അതിനെ ആ വിരുന്ന് എന്ന് പറയുന്നതിന് മഅദുബത്തൻ എന്ന് പേര് വെക്കാൻ കാരണം അതിലിങ്ങനെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ അടങ്ങിയത് കൊണ്ടാണെന്ന്. ഫലായതകാമലുൽ അദബു ഫിൽ അബ്ദി, ഒരു അടിമയിലും അദബ് പൂർണ്ണമാവുകയില്ല. ഇല്ലാ ബി കമാലു മകാരിമിൽ അഖ്ലാഖ് ഫീ, അവനിൽ ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ പൂർണ്ണമായി കൊണ്ടല്ലാതെ. ഒരാളുടെ സൽസ്വഭാവം ഏറ്റവും നല്ല സൽസ്വഭാവിയായി മാറുന്ന സമയത്ത് അവനിൽ ഏറ്റവും നല്ല ഉണ്ട് എന്ന് പറയാൻ പറ്റും. വഖാല ഷെയ്ഖ് മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, തങ്ങൾ പറഞ്ഞു, അദബു ജിമാഉൽ ഖൈർ, അദബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹൈറിനെയും എല്ലാ നന്മനെയും ഒരുമിച്ച് കൂട്ടലാണ്. വഹുവ യൻഖസിമു ഇലാ അർബഅതി അഖ്സാമിൻ, ഈ അദബ് 4 വിഭാഗങ്ങളായി നമുക്ക് തരംതിരിക്കാം. ഫി ഇസ്തിലാഹി അഹ്ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ആളുകളുടെ സാങ്കേതികമായ പ്രയോഗങ്ങൾക്കനുസൃതമായി അദബിനെ നമുക്ക് 4 വിഭാഗങ്ങളായി തരംതിരിക്കാൻ സാധിക്കും. വൽക്കിസമുൽ അവൽ, അതിലൊന്നാമത്തെ വിഭാഗം എന്താ അറിയോ? അദബു ശരീഅ, ശരീഅത്തിൻ്റെ അദബാണ്. വഹുവൽ അദബുൽ ഇലാഹി, അത് ഇലാഹിയായ അദബാണ്. അല്ലദീ യതവല്ല അല്ലാഹു തആല തഅലീമുഹു, അത് അല്ലാഹു തആല തന്നെ പഠിപ്പിക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ബിവഹി വൽ ഇൽഹാം, വഹിയിലൂടെയും ഇൽഹാമിലൂടെയും, അമ്പിയാക്കന്മാർക്ക് നൽകപ്പെട്ട വഹിയിലൂടെയും ഔലിയാക്കന്മാർക്ക് നൽകപ്പെട്ട ഇൽഹാമിലൂടെയും അള്ളാഹു അത് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിഹി അദ്ദബല്ലാഹു നബിയഹു സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, ഈ ഒരു അദബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ബിഹി അദ്ദബന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളെയും അദബ് പഠിപ്പിച്ചിട്ടുള്ളത്. ഫഹും, അവർ, അതായത് യാനി അൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, അംബിയാക്കന്മാർ, അൽ മുഅദ്ദബൂൻ വൽ മുഅദ്ദിബൂൻ, അവർ അദബ് പഠിച്ചവരും അദബ് ശീലിച്ചവരും, മുഅദ്ദിബൂൻ അദബ് പഠിപ്പിക്കുന്നവരും ശീലിപ്പിക്കുന്നവരുമാണ്. വഫി ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നല്ലാഹ അദ്ദബനി വഅഹ്സന തഅദീബി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അദബ് പരിശീലിപ്പിക്കുകയും വഅഹ്സന തഅദീബി, എൻ്റെ അദബിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരീഅത്തിൻ്റെ അദബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ശരീഅത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, പിന്നെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട മുആമലാത്തുകളിലുണ്ടാവും, ഇബാദത്തിൻ്റെ കർമ്മങ്ങളുണ്ടാവും, സൃഷ്ടികളുമായി ബന്ധപ്പെട്ട മുആമലാത്ത് കർമ്മങ്ങൾ അതിൻ്റെ ഭാഗമായിരിക്കും. ഇതെല്ലാം അടങ്ങുന്ന ശരീഅത്തിൻ്റെ കാര്യങ്ങളാണ് അദബിലെ ഒന്നാമത്തത്. ഓക്കെ, സമുസാനി, രണ്ടാമത്തത് എന്താണ്? അൽ അദബു ഹിദ്മത്തി, രണ്ടാമത്തത് ഹിദ്മത്തിൻ്റെ അദബാണ്. വഹുവ മസ്തലഹത്ത് അലൈഹിൽ മുലൂക്ക്, അത് രാജാക്കന്മാർ നിശ്ചയിച്ചതാണ്. ഫി ഹിദ്മത്തി ഹാദിമിഹ, ഹാദിമീങ്ങളുടെ ഹിദ്മത്തിന് വേണ്ടിയിട്ട്. അതായത് രാജാക്കന്മാർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിശ്ചയിക്കുന്ന ഒരു അദബുണ്ട്. രാജാക്കന്മാരുടെ ഒരു പ്രത്യേകമായ അദബാണ്, അതാണ് ഈ അദബ്. വമലിക്കു അഹ്ലുല്ലാഹു അല്ലാഹു തആല, യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ ആളുകളുടെ മലിക്ക്, രാജാവ് എന്ന് പറഞ്ഞ ആരാ? അല്ലാഹു തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഖദ് ശറഅ ലനാ, നമുക്ക് ശരീഅത്താക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് പിന്നെ ക്ലിപ്തമാക്കപ്പെട്ട് തന്നിട്ടുണ്ട്. കൈഫിയത്തിൽ അദബ് ഫി ഹിദ്മത്തി, ഹിദ്മത്തിൻ്റെ അദബ് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഹുവ മുആമലത്തുഹു ഇയ്യാ,
അത് അള്ളാഹു സുബ്ഹാനഹു തആലയുമായി ഇടപഴകലാണ്. ഫീമാ യഹ്തസ്സു ബിഹി, അത് അള്ളാഹുവുമായി മാത്രം ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ. ദൂന ഹൽക്കിഹി, സൃഷ്ടികളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇവിടെ നേരത്തെ അദബും അദബുൽ ശരിയ അദബുൽ ഹിദ്മ തമ്മിലുള്ള വ്യത്യാസം എന്താ? അദബുൽ ശരിയയിൽ എന്തുണ്ടാവും? സൃഷ്ടികളും സൃഷ്ടാവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെല്ലാം ബാഹ്യമായ കർമ്മങ്ങളുമാണ് അത് ചർച്ച ചെയ്യുന്നത്. എന്നാൽ അദബുൽ ഹിദ്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യം. അവിടെ സൃഷ്ടികൾ വരുന്നില്ല. വഹുവ ഹുസൂസും മിൻ അദബ് ശരിയ, അതുകൊണ്ട് തന്നെ അത് അദബു ശരിയയുടെ ഭാഗമാണ്. ലിഅന്ന ശരീഅത്തു ജാമിഅത്തുൻ ലിഹഖില്ലാഹി തആല വഹഖി ഖൽഖി, കാരണം ശരീഅത്ത് അള്ളാഹുവിനോടും സൃഷ്ടികളോടും രണ്ടിനോടുമുള്ള അദബിനെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ അദബുൽ ഹിദ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയുന്നത് ചിലപ്പോൾ നമുക്കത് കൂടുതൽ വീഴ്ചകൾ വരുത്താൻ ചാൻസ് ഉണ്ട്, കൂടുതൽ അതാണ് പ്രാധാന്യം എന്ന് പഠിപ്പിക്കാനായിരിക്കണം. എന്നാൽ ഇത് അദബു ശരിയന്റെ ഭാഗം തന്നെയാണ്. വഖിസ്മു സാലിസ്, മൂന്നാമത്തെ വിഭാഗം എന്താ? അദബുൽ ഹഖ്, സത്യത്തിനോടുള്ള അദബാണ്. വഹുവ അദബു മാൽ ഹഖ്, അത് സത്യത്തിനോട് അദബ് കാണിക്കലാണ്. ഫിത്തിബായി, സത്യത്തെ പിന്തുടർന്നുകൊണ്ട്. ഇന്ദ കുല്ലി മൻ യദഹറ ഇൻദഹു വയഹ്കുമുഹു യഹ്കുമു ബിഹി, സത്യം നമ്മൾ മുമ്പിൽ വെളിവായാൽ, സത്യം ആരെങ്കിലും വിധിച്ചാൽ, എപ്പോൾ വെളിവാകുന്നോ എപ്പോൾ വിധിക്കുന്നോ അതിന് നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ്. സത്യത്തെ പിന്തുടരുക എന്നുള്ളതാണ് സത്യത്തിനോടുള്ള അദബ്. ഫതർജു ഇലൈഹി വതഖ്ബലുഹു തഖ്ബലുഹു, അതിലേക്ക് നമ്മൾ മടങ്ങുകയും അതിനെ നമ്മൾ സ്വീകരിക്കുകയും വേണം. വലാ തറുദ്ദുഹു, അതിൽ നിന്ന് നമ്മൾ പിന്തിരിയാൻ പാടില്ല. വലാ തഹ്മിലുക അൻഫത വലാ തഹ്മിലുക അനഫതു ഇൻ കുൻതു ദാ കിബ്റൻ ഫി സിന്നി, നിങ്ങളുടെ അഭിമാനം, വലാ തഹ്മിലുക അനഫത്തു, നിങ്ങളുടെ അഭിമാനം നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത്. ഇൻ കുൻതു ദാ കബീറുൻ ഫി സിന്നിൻ, നിങ്ങൾ മുതിർന്നവരാണെങ്കിൽ വയസ്സുകൊണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ ചർച്ച ചെയ്യായിരിക്കും, നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾ നമ്മളെ മുമ്പിലുണ്ടാവും. അപ്പോൾ നമ്മൾ മുതിർന്നവരാണെന്ന് കരുതിയിട്ട് ആ പ്രായം കുറഞ്ഞ ആള് സത്യമാണ് പറഞ്ഞതെങ്കിൽ നമുക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റൂല. നമ്മൾ സ്വീകരിക്കണം. അദ്ദേഹത്തിന് പ്രായം കുറവാന്ന് വിചാരിക്കരുത്. അത് സ്വീകരിച്ചാൽ എൻ്റെ അഭിമാനത്തിന് മോശമാണെന്ന് വിചാരിക്കരുത്. മർത്തബത്ത്, അല്ല സ്ഥാനം കൊണ്ട് ഞാൻ വലിയ ആളാണ്, മറ്റേ ആൾ ചെറിയ ആളാണ്, സത്യമാണ് അദ്ദേഹം പറയുന്നത്, പക്ഷെ എങ്ങനെപ്പോൾ ഞാൻ സ്വീകരിക്കുക എന്ന് വിചാരിക്കാൻ പറ്റൂല. അല്ലാ തഖ്ബലൽ ഹഖ്ക മിമ്മൻ ഹുവ അസ്അറു മിൻക സിന്നൻ ഔ ഖദറൻ, നിങ്ങളെക്കാളും വയസ്സ് കൊണ്ടോ സ്ഥാനം കൊണ്ടോ താഴെയുള്ള ഒരാളെ അവർ സത്യം പറഞ്ഞാൽ, അവർ സത്യം വെളിവാക്കിയാൽ നിങ്ങളത് സ്വീകരിക്കാതിരിക്കരുത്. ഹാദാ ഹുവ ഇൻസാഫ്, അതാണ് നീതി. സത്യം എപ്പം വെളിപ്പെട്ടാലും അത് സ്വീകരിക്കാൻ തയ്യാറാവണം. ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാവണം. എത്ര താഴ്ന്ന സ്ഥാനത്തുള്ളവർ പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാവണം. എത്ര ചെറിയ പ്രായത്തിലുള്ളവർ പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാവണം എന്നതാണ് ഹക്കിനോടുള്ള അദബ് എന്ന് പറഞ്ഞാൽ, സത്യത്തോടുള്ള അദബ്. മൂന്നാമത്തേത് ഖിസ്മുർ റാബി, നാലാമത്തെ വിഭാഗം എന്താ? അദബുൽ ഹഖീഖ, ഹഖീഖത്തിനോടുള്ള അദബ്. എന്താ? വഹുവ തറക്കുൽ അദബു ബി അനായിക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കാണാതിരിക്കലാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കാതിരിക്കലാണ്. അതാണ് ആ അദബ് എന്ന് പറയുന്നത്. വറദ്ദു ദാലിക കുല്ലിഹി ഇലല്ലാഹി തആല, അതെല്ലാം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കലാണ്. ഞാനടുത്തൊന്നും ചെയ്തതെന്നുള്ള ബോധമില്ലാതിരിക്കുക, എല്ലാം അള്ളാഹിലേക്ക് മടക്കലാണ്. ഒരു നന്മയും തൻ്റേതല്ല എന്നുള്ള രൂപത്തിൽ നടക്കലാണ്, എല്ലാം അള്ളാഹിൻ്റെതാണെന്ന് മനസ്സിലാക്കലാണ്. കൊഴുത്തു. അപ്പോൾ ശേഖോവറുകൾ പറയാണ്, വഖൗലുഹു തറക്കൽ അദബ്, ഇവിടെ തറക്കൽ അദബ് ബി അനായിക, നിങ്ങളുടെ സ്വന്തം പ്രവർത്തനങ്ങളെ കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, ഒഴിവാക്കലാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിനർത്ഥം അൽ മുദാദു തറക്ക ഷുഹൂദിഹി, സാക്ഷ്യം വഹിക്കുന്നത് ഒഴിവാക്കണം എന്നാ. ലാ തറക്കു വുജൂദിഹി, പ്രവർത്തനം ഒഴിവാക്കുക എന്നല്ല. അപ്പോൾ ഞാനല്ല നിസ്കരിക്കുന്നതെന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ആ നിസ്കരിക്കുന്ന സമയത്ത്
ഞാനതിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ബോധമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ആ സാക്ഷ്യം വഹിക്കുന്നതാണ് ഒഴിവാകേണ്ടത്, അത് പ്രവർത്തനമല്ല ഒഴിവാകേണ്ടത്. കമാഹുവ മുസ്തലഹു ഷെയ്ഖു ഫി ജമീഇ തുറൂഖ് അൽ മുതർജം ലഹ ഫി കിതാബിൽ ഫുതുഹാത്തുൽ മക്കിയ. ഫുതുഹാൽ മക്കിയയിൽ ഇവിടെ പറയപ്പെടുന്ന സ്വന്തത്തെ ഒഴിവാക്കണം, സ്വന്തത്തെ നോക്കുന്നത് ഒഴിവാക്കണം, സ്വന്തം കർമ്മങ്ങളെ കാണുന്നത് ഒഴിവാക്കണം, ആ പ്രവർത്തനം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാക്ഷ്യം വഹിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കണം എന്നാണ്, അല്ലാതെ ആ പ്രവർത്തനത്തെ പാടെ ഒഴിവാക്കണം എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 അദബുകളുണ്ട്. ഒന്ന് സത്യം ബോധ്യപ്പെട്ട, ഒന്ന് ശരീഅത്തിന്റെ അദബാണ്, രണ്ടാമത്തത് ഹിദ്മത്തിന്റെ അദബ്, അത് യഥാർത്ഥ ശരീഅത്തിന്റെ അദബിൽ പെടുന്നുണ്ട്. മൂന്നാമത്തത് ഹക്ക് സ്ഥിരപ്പെട്ടാൽ സത്യം വെളിവായുള്ള അദബാണ്. നാലാമത്തത് ഹക്കീക്കത്തിനോടുള്ള അദബാണ്. അത് ഹക്ക് മാത്രമാണ് ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, നമുക്ക് സ്വന്തമായ ഒരു അധികാരമില്ല, പ്രവർത്തനങ്ങളില്ല, ഒന്നുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. വനക്കല ബാദ ഷുറാഹുർ റിസാല, റിസാലയുടെ ഷറഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റിസാലേൻ്റെ ഷറഹ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇമാം കുശൈരി തങ്ങൾ റിസാല ആയിരിക്കണം, കാരണം തസൗഫിൻ്റെ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണല്ലോ അത്. അൻ ബാദിഹിം, ചില മഹത്തുക്കളിൽ നിന്ന്, ഫി ഹക്കീക്കത്തി അദബി അഹ്ലില്ലാഹി തആല, അള്ളാഹിൻ്റെ ആളുകളെ അദബിനെ കുറിച്ച് പറയുന്നതായിട്ട് ചില ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നഹു ലബാത്തൽ ഹവാസ്, അന്നഹു ലബത്തുൽ ഹവാസ്. അപ്പോൾ അള്ളാഹിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അദബ് വേണം എന്നൊക്കെ പറയല്ലേ. അദബ് പറഞ്ഞാൽ എന്താ? അന്നഹു ലബത്തുൽ ഹവാസ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ചിട്ടപ്പെടുത്തലാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഒരു ചിട്ട ഉണ്ടാക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കലാണ്. മുറാഅത്തുൽ അൻഫാസ്, നമ്മളെ ശ്വാസങ്ങളെ നമ്മൾ നോക്കിക്കാണലാണ്. നമ്മൾ ശ്വാസങ്ങൾ നോക്കിക്കാണുന്ന അതിൻ്റെ അർത്ഥം ഓരോ നിമിഷവും നമ്മൾ എന്തിലാണ് വ്യാപൃതനാവുന്നത് നമ്മൾ നോക്കുക, നമ്മളെ നിരീക്ഷിക്കുക. അപ്പോൾ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ചിട്ട കൊണ്ടുവരിക, ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച, കേൾവി, അതുപോലെ തൊടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഒരു ചിട്ട ഉണ്ടാക്കുക. എല്ലാം കാണരുത്, എല്ലാം കേൾക്കരുത്, എല്ലാം സംസാരിക്കരുത്, എല്ലാം തുടരരുത്. അതിനൊക്കെ എന്താ ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്, എന്താ കേൾക്കേണ്ടത്, എന്താ കാണേണ്ടത് എന്നതിനൊക്കെ ഒരു ചിട്ട ഉണ്ടാക്കുക. മുറാഅത്തുൽ അൻഫാസ്, അതുപോലെ തന്നെ ഓരോ സമയങ്ങളും എല്ലാ സമയത്തെയും നോക്കി നിരീക്ഷിക്കുക. എന്താണ് നമ്മൾ ഓരോ സമയത്തും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തന്നെ നിരീക്ഷിക്കുക. നമ്മൾ ഓരോ ശ്വാസത്തെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. വഇസ്തിഗാലു ബിത്തഫക്കുർ ഫീ മസ്നൂആത്തില്ലാഹി തആല, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിനെ കുറിച്ച്, അള്ളാഹു ഇവിടെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അത്ഭുതങ്ങളായിട്ടുള്ള സൃഷ്ടികളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മളെ സൃഷ്ടിപ്പന്നെ, നമ്മളെക്കുറിച്ചും നമ്മളെ ചുറ്റുഭാഗത്തുള്ളതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹിൻ്റെ അജായിബുകളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ അദബ് എന്ന് ചില മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വനുക്കുൽ ഫീൽ അവാരിഫുൽ മആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. അൻ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് അന്നഹു ഖാൽ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖദ് അക്സറ അന്നാസു ഫിൽ അദബ്, ഒരുപാട് പേര് അദബിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. മുനഹൻ യഖൂൽ, എന്നാൽ ഞാൻ പറയണത് എന്താ അറിയോ? നമ്മൾ പറയണത് അൽ അദബു മാരിഫത്തുൻ നഫ്സ്, അദബ് എന്ന് പറഞ്ഞാൽ നഫ്സിനെ അറിയലാണ്. വളരെ ഷോർട്ടായ ഏറ്റവും വലിയ അർത്ഥം നൽകുന്ന ഒരു കാര്യമാണത്. നമ്മളെപ്പോഴും മനസ്സിലാക്കാൻ, അദബ് എന്താ മനസ്സിലാക്കാൻ ഇത്ര കാര്യം നോക്കിയാൽ മതി. നമ്മളെ നഫ്സ് അതിലുണ്ടോ? നമ്മളുടെ നഫ്സിൻ്റെ ഇച്ഛകൾ ആ കാര്യത്തിൽ വരുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ അടിച്ചമർത്തണം, നമ്മളെ അഭിമാനം, നമ്മളെ കാണുന്ന ഒരവസ്ഥ നമുക്കതിലുണ്ടോ? എങ്കിൽ അത് അദബല്ല. എന്നാൽ നമ്മളെ നഫ്സിനെ നമ്മൾ കാണുന്നില്ലേ, എന്നാൽ അത് അദബാണ്. ഏറ്റവും വളരെ ഷോർട്ടായ അദബിൻ്റെ ഡെഫിനിഷൻ. തുമ്മ കാല ഇസ്റഹു, അതിന് തൊട്ട് പിന്നാലെയായ മഹാനവറുകൾ അതിനെ വിശദീകരിച്ചു. എന്താണത്? ഹാദിഹി ഇഷാറത്തു മിൻഹു റഹിമഹുല്ലാഹു തആല, ഇത് മഹാനവറുകൾ
ഇഷാറത്താണ്. ഇലാ അന്ന നഫ്സ, ഞാൻ വിശദീകരിക്കുക. ഇലാ അന്ന നഫ്സ, നഫ്സ് എന്ന് പറയുന്നത് മംബ ഉൽ ജഹാലാത്ത്. നഫ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ജഹാലത്തിൻ്റെ അജ്ഞതയുടെയും സ്രോതസ്സാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ അജ്ഞതകളുടെ മുഴുവൻ സ്രോതസ്സാണ്. വതറക്കുൽ അദബി മിൻ മുഹാമറത്തിൽ ജഹൽ, അജ്ഞത വ്യാപിക്കുമ്പോഴാണ് നമ്മൾ അദബില്ലാണ്ടാവുന്നത്. നഫ്സ് എന്ന് പറയുന്നത് അജ്ഞതകളുടെ സ്രോതസ്സാണ്. അജ്ഞത വ്യാപിക്കുമ്പോഴാണ് നമുക്ക് അദബില്ലാണ്ടാവുന്നത്. ഫൈദ അറഫൽ അബ്ദു നഫ്സ, അതുകൊണ്ട് തന്നെ ഒരു അടിമ സ്വന്തം നഫ്സിനെ തിരിച്ചറിഞ്ഞാൽ സാദഫ നൂറുൽ ഇർഫാൻ, അതുകൊണ്ട് എന്താവും, അവൻ മാരിഫത്തിൻ്റെ പ്രകാശത്തെ അതുകൊണ്ട് സാക്ഷ്യം വഹിക്കും. അലാ വറദ, ഹദീസിൽ വന്നതുപോലെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ തീർച്ചയായും അറഫ റബ്ബ, അവൻ അവൻ്റെ റബ്ബിനെ അതുകൊണ്ട് അറിയും. വലിഹാദന്നൂർ, ഈ ഒരു പ്രകാശം, ലാ തദ്ഹറു നഫ്സ ബിജഹാലത്തിൻ, ഈ ഒരു പ്രകാശം കൊണ്ട് ലാ തദ്ഹറു നഫ്സ ബിജഹാലത്തിൻ, നഫ്സ് അതിൻ്റെ അജ്ഞത കൊണ്ട് വെളിവാവൂല. ഇല്ലാ വയക്മഉഹാ ബിശരീഹിൽ ഇൽം, പകരം ആ നഫ്സിൻ്റെ ജഹാലത്തിനെ വ്യക്തമായ അറിവ് കൊണ്ട്, അറിവിനാൽ അടിച്ചമർത്തപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് അദബ് എന്ന് പറഞ്ഞാൽ മാരിഫത്തു നഫ്സാണ്, നഫ്സിനെ അറിയലാണ് അദബ് എന്ന് പറയാൻ കാരണം എന്താ? നഫ്സ് എല്ലാ അറിവുകേടിൻ്റെയും ഉത്ഭവമാണ്. അറിവില്ലായ്മ വ്യാപിക്കുമ്പോഴാണ് അദബുകേട് ഉണ്ടാവുന്നത്, അദബില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും നഫ്സിനെ അറിയാൻ സാധിച്ചാൽ അതുകൊണ്ട് അവന് റബ്ബിനെ അറിയും. റബ്ബിനെ അറിയുമ്പോൾ റബ്ബിൻ്റെ അറിവിൻ്റെ പ്രകാശം കൊണ്ട് നഫ്സിൻ്റെ അന്ധകാരം, നഫ്സിൻ്റെ ആ ജഹാലത്ത്, അവൻ്റെ അജ്ഞത വെളിവാവാൻ സമ്മതിക്കൂല. റബ്ബിൻ്റെ മാരിഫത്ത് ആ നഫ്സിൻ്റെ മുകളിൽ അടിച്ചമർത്തുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും അള്ളാഹുവിനെ അറിയുന്നവർ, ആരിഫീങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് നഫ്സില്ല എന്ന് പറഞ്ഞാൽ നഫ്സില്ല എന്നല്ല എൻ്റെ അർത്ഥം. നഫ്സ് എല്ലാവർക്കും ഉണ്ട്. നഫ്സിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ മാരിഫത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതാണ്. അവർക്ക് നഫ്സ് ഉണ്ടാവും, അവർക്ക് അതിലേക്ക് ചായ്വുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ മാരിഫത്ത് ആ നഫ്സിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അങ്ങനെ അവൻ നല്ല അദബുള്ളവനാവുന്നു, അങ്ങനെ നല്ല പെരുമാറ്റമുള്ളവനാവുന്നു. പക്ഷേ ആ മാരിഫത്തിൻ്റെ വെളിച്ചം അവിടുന്ന് എടുത്തു കളഞ്ഞാൽ ഈ അദബില്ലായ്മ പൊന്തുകയും ഈ നഫ്സ് പൊന്തി വരികയും അങ്ങനെ അവൻ മോശപ്പെട്ട പെരുമാറ്റം കാണിക്കുകയും അദബില്ലാത്ത രൂപത്തിൽ അവൻ്റെ സ്വഭാവം പ്രകടമാക്കുകയും ചെയ്യും. വലിഹാദ, ഈ കാരണം കൊണ്ടാണ് വഹീനഹിദിൻ അദബ്, അങ്ങനെയാണ് അവൻ ഏറ്റവും നല്ല അദബുള്ളവനായി മാറുന്നത്. വഫി കലാം ആയിർ വാഹിദിൻ മിൻ മശാഹിൽ ഖിബാർ വി തഫ്സീർ ഹാദൽ ഖബർ മാ യുവദ്ദഹു മാ ദക്കറഹു ഫിൽ അവാരിഫിൽ മആരിഫിൽ ഇവിടെ വിശദമാക്കിയ ഈ ഹദീസിൻ്റെ വിശദീകരണത്തിന് പുറമെ ഒരുപാട് മശായിഖന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അൻ സയ്യിദിന അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് വന്ന ഒരു കാര്യത്തെ അവാരിഫിൽ മആരിഫിൽ വിശദീകരിച്ചതുപോലെ ഈ ഹദീസിനെ ഒരുപാട് ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖാല ഷെയ്ഖ് മുഹീദ്ദീൻ അൻ-നവവി, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അൻ-നവവി റഹിമഹുല്ലാഹു തആല അതിന് വിശദീകരിച്ചവരിൽപ്പെട്ടവരാണ്. വഫി ഫതാവിഹി മാ മഅനാഹു, മഹാനവർ അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ പറയുന്നുണ്ട്, മൻ അറഫ നഫ്സഹു, ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ, എങ്ങനെ അറിഞ്ഞാൽ? ബിൽഅഫി, അതിൻ്റെ ബലഹീനതയിൽ, നഫ്സ് ബലഹീനമാണെന്നറിഞ്ഞു. വൽ ഇഫ്തിഖാറു ഇലല്ലാഹു തആല, അള്ളാഹുവിലേക്ക് ഏറ്റവും ആവശ്യമുള്ള അവസ്ഥയിലാണ് ആ നഫ്സുള്ളതെന്ന് അറിഞ്ഞു. അൽ ഉബൂദിയത്ത് ലഹു, അള്ളാഹുവിൻ്റെ ഉബൂദിയത്തിലായി നിലകൊള്ളുന്നതാണ്, അല്ല അള്ളാഹിൻ്റെ അബ്ദാണ് എന്ന് അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞാൽ അറഫ റബ്ബഹു, അവൻ അവൻ്റെ റബ്ബിനെ അറിയും. ബിഖുവ്വത്തി,
എങ്ങനെ അറിയും? ബി കുവ്വത്തി, അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടറിയും. റുബൂബിയത്തി, അവൻ്റെ റുബൂബിയത്ത് കൊണ്ടറിയും. വ കമാലൽ മുത്ലഖ്, അവൻ്റെ പരിപൂർണത കൊണ്ടറിയും. വസിഫാത്തുൽ ഉല, ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങൾ കൊണ്ടറിയും. ഒരു അടിമ സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ റബ്ബിനെ അറിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിശദീകരണം എന്താ? സ്വന്തം നഫ്സിൻ്റെ ബലഹീനതകളും കുറവുകളും അതിന് സ്വന്തമായി നിലനിൽക്കാൻ പറ്റൂല, അള്ളാഹുവിനെ കൊണ്ട് ആവശ്യമാണ് ഓരോ നിമിഷവും അതിന് എന്നൊരു ബോധ്യം ആ നഫ്സിനുണ്ടായാൽ അതോടൊപ്പം അവൻ്റെ റബ്ബിനെ അറിയും. കാരണം അതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അള്ളാഹു. അവന് ബലഹീനനാണെങ്കിൽ ഏറ്റവും ശക്തിയുള്ളവൻ അവൻ അള്ളാഹുവാണ്. അവന് ഒന്നിനും കഴിവില്ലാത്തവനാണെങ്കിൽ എല്ലാ കഴിവുകളും നൽകുന്നവൻ അള്ളാഹുവാണ്. അവന് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമുള്ളവനാണെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ അള്ളാഹുവാണ്. അങ്ങനെ അപ്പം എന്ത് ചെയ്യാം? അടിമക്ക് ഉടമയുമായി ചേർന്ന് നിൽക്കുന്നതിലൂടെ അവൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കപ്പെടും. അതുകൊണ്ടാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഇതിനെ വിശദീകരിച്ച് ചില കുറിപ്പുകൾ കാണാം. തൻ്റെ നഫ്സിനെ തിരിച്ചറിഞ്ഞവൻ തൻ്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞു. അല്ലാമ സുഖൈർ റളിയല്ലാഹു തൻ്റെ നഫഹാത്തുൽ അൻബരിയ എന്ന ഗ്രന്ഥത്തിൽ അൽ അജ്വിബത്തു സുഖൈരിജിയ എന്ന ഭാഗത്ത് പറഞ്ഞു, ഈ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരുടെ അടുക്കൽ സഹീഹ് അല്ലെങ്കിലും, ഈ ഹദീസ് നമ്മൾ പറയുമ്പോൾ ഇത് സഹീഹ് അല്ല എന്ന് ആളുകൾ പറയും, ഇത് സഹീഹ് അല്ലാത്ത ഹദീസാണ്, സൂഫികൾ പടച്ചുണ്ടാക്കിയതാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ സിൽസില നോക്കുമ്പോൾ സഹീഹ് അല്ലെങ്കിലും കശ്ഫിൻ്റെ ആളുകളുടെ അടുക്കൽ സഹീഹാണ്. കാരണം അത് ആത്മീയമായ എല്ലാ ഹദീസിൻ്റെ ബാഹ്യമായ പണ്ഡിതന്മാർ അതിനെ നോക്കുക, അതിൻ്റെ പരമ്പര ശരിയാണോ എന്നുള്ളതാണ്. പരമ്പര ശരിയാണെങ്കിൽ അത് നല്ല ഹദീസാണ്. എന്നാൽ കശ്ഫിൻ്റെ ആളുകൾ നോക്കുക അത് വിശ്വാസങ്ങൾ പറഞ്ഞതാണോ എന്നാണ്. അവർക്കത് പരമ്പര നോക്കണം നിർബന്ധമല്ല, അത് അറിയണമെങ്കിൽ. ബഹുമാനപ്പെട്ട ഇമാം സൂയിത്തി റളിയല്ലാഹു അൻഹു തങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇമാം ഷഹറാനി, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അതായത് ഒരു ഹദീസ് സഹീഹാണോ ലഈഫാണോ നോക്കാൻ ഒരു ഹദീസ് വായിക്കുമ്പോൾ അവർ മുമ്പിൽ വിശ്വാസങ്ങൾ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ വിശ്വാസങ്ങൾ മുഖത്തേക്ക് നോക്കുന്ന, അപ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ വിശ്വാസങ്ങൾ പുഞ്ചിരിച്ചാൽ അത് സഹിയായ ഹദീസാണ്. അങ്ങനെ എഴുതും സഹിയായ ഹദീസാണ്. വിശ്വാസങ്ങൾ പുഞ്ചിരി ഇല്ലെങ്കിൽ അത് സഹിയായ ഹദീസല്ല. അങ്ങനെ അവർ മനസ്സിലാക്കുന്ന മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹദീസിൻ്റെ സഹീഹ് ലഈഫ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ബാഹ്യമായ പണ്ഡിതന്മാർക്കാണ്. അതേസമയം സൂഫിയാക്കന്മാരെ സമയമെടുത്തോളം, കശ്ഫിൻ്റെ ആളുകളെ സമയമെടുത്തോളം ആ ഹദീസ് സഹീഹ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ആശയം അവരുടെ അടുക്കൽ സഹീഹാവും. കശ്ഫിലൂടെ അത് വിശ്വാസങ്ങൾ പറഞ്ഞതാണെന്നും പഠിപ്പിച്ചതാണെന്നും വരും. പല കോണുകളിലൂടെയും അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുരുക്കതാണ്, ഒരാൾ സ്വന്തം നഫ്സിനെ അറിയില്ല, പിന്നെ എങ്ങനെയാണ് അവൻ തൻ്റെ റബ്ബിൻ്റെ യാഥാർത്ഥ്യം അറിയുക? അതായത് ഒരു വീക്ഷണം എങ്ങനെയാണ്, ഒരാൾ സ്വന്തം നഫ്സിനെ അറിയില്ലെങ്കിൽ, സ്വന്തം നഫ്സിനെ പോലും അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ അള്ളാനെ അറിയാം? അതിൻ്റെ ഒരു വിശദീകരണം അതിൽ പറയപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ യഥാർത്ഥം അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് അനാദിയായ ജബ്ബാറിൻ്റെ അള്ളാഹുവിൻ്റെ അവസ്ഥകൾ അവനറിയാം? ഈ ഹദീസിനെ കുറിച്ച് സയ്യിദി അൽ ഹസൻ അൽ ബാഖിലി റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ഇറാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇറാ അൽ റൈസിൽ പറയുന്നു, തൻ്റെ നഫ്സിനെ തിരിച്ചറിഞ്ഞവൻ അവൻ്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞു. നഫ്സിനെ അറിയുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടാവുക. ഒരാൾക്ക് എത്രത്തോളം സ്വന്തം നഫ്സിനെ തിരിച്ചറിഞ്ഞോ അള്ളാഹുവിനെ അറിയും. കാരണം നഫ്സിൻ്റെ ഓപ്പോസിറ്റാണ് അള്ളാഹു. ഒരാൾ നഫ്സിങ്ങനെ മനസ്സിലായി നഫ്സിനെങ്ങനെ താത്തുന്നതിലൂടെ അവിടെ അള്ളാഹുവിൻ്റെ ഇൽമു വർദ്ധിക്കും. എത്രത്തോളം താത്തുന്നോ അത്രത്തോളം മാരിഫത്ത് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ അറിവിൻ്റെ തോതനുസരിച്ചാണ് ഇഹലോകത്തും പരലോകത്തുമുള്ള അവൻ്റെ പദവികളുടെ മാധുര്യം അവൻ അനുഭവപ്പെടുക. ഈ ലോകത്ത് ആത്മീയമായ ദർജ ഒരാൾക്ക് വർദ്ധിക്കുന്നത് നഫ്സിനെ അവൻ അറിയുമ്പോഴാണ്. നഫ്സിനെ അറിയുമ്പോഴാണ് അള്ളാഹിനെ കൂടുതൽ അറിയുന്നത്. അപ്പോൾ നഫ്സിനെ അവൻ അറിയുന്നതിനനുസരിച്ച് അവൻ അതിനെ അടിച്ചമർത്തുകയും അവിടെ അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് പകരം വെക്കുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട് അവിടെ പകരം വെച്ച് കഴിഞ്ഞാൽ ഈ ദുനിയാവ് അവന് ആസ്വാദകരമാവും. ആത്മീയമായ അനുഭൂതി ദുനിയാവിൽ അനുഭവപ്പെടും. അതിലൂടെ അള്ളാഹുവിനെയും പരലോകത്തും അവൻ അത് അനുഭവപ്പെടും. അപ്പോൾ എത്രത്തോളം ദുനിയാവിലുള്ള അവൻ്റെ ആത്മീയമായ രുചി ഉണ്ടോ, ദുനിയാവിൽ അവൻ എത്രത്തോളം ആത്മീയമായ രുചി അനുഭവിക്കണമോ, എത്രത്തോളം ആഖിറത്തിൽ അവന് ആത്മീയമായ രുചി അനുഭവിക്കണമോ, അത്രത്തോളം അവൻ്റെ നഫ്സിനെ താത്തണം. അള്ളാഹുവിലേക്കാണ് ഒരാളുടെ അടിമൻ്റെ നോട്ടമെങ്കിൽ പലപ്പോഴും നമ്മൾ നോക്കുക നമ്മളെ അഭിമാനത്തിലേക്ക്, നമ്മളുടെ പ്രശസ്തിയിലേക്ക്, നമ്മളെ കുറേ കാര്യങ്ങളിലേക്കാണ്.
എന്നാൽ അള്ളാഹുവിലേക്ക് നമ്മൾ നോക്കിയാൽ ഇതൊക്കെ ഒരു ചാൻസാണ്. അള്ളാഹുവിൻ്റെ മാരിഫത്ത് വർദ്ധിക്കാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം വർദ്ധിക്കാൻ, ഓരോ നിമിഷവും അള്ളാഹുവിൻ്റെ മഹബത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ ഇതൊക്കെ ഒരു പോംവഴിയാണ്. അങ്ങനെയാണ് അവരെ കാണുക. നിന്റെ നഫ്സിലൂടെ തന്നെ നീ എത്രമാത്രം ദുർബലനാണെന്ന് അള്ളാഹു താല നിനക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനാൽ നിന്റെ സ്വന്തം കഴിവുകൊണ്ട് നഫ്സിൻ്റെ യഥാർത്ഥ അവസ്ഥയെയോ അതിൻ്റെ പൂർണ്ണതകളെയോ ഉൾക്കൊള്ളാൻ നിനക്ക് കഴിയൂല. അങ്ങേയറ്റത്തെ നിന്ദ്യത, ദാരിദ്ര്യം, നിസ്സഹായത, മറ്റൊരാൾ ആശ്രയിക്കൽ, പോരായ്മകൾ, ബലഹീനത എന്നിവയാണ് യഥാർത്ഥത്തിൽ നഫ്സിൻ്റെ പൂർണ്ണതകൾ. ഇതെല്ലാം കൂടിച്ചേർന്നതാണ് യഥാർത്ഥത്തിൽ അടിമത്തം. ഇത് മനസ്സിലാക്കുമ്പോൾ സകലത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹു തആല ഇതിന് നേരെ വിപരീതമായ സകല പൂർണ്ണതകളുടെയും ഉടമയാണെന്ന് വ്യക്തമാകും. അതിനാൽ യജമാനൻ എപ്പോഴും യജമാനൻ തന്നെയാണ്, അടിമ എപ്പോഴും അടിമയും. അടിമ എപ്പോഴും ഒരു പരിധിക്കുള്ളിലാണ്. ഒരു പരിധി എന്നത് യജമാനൻ്റെ പൂർണ്ണമായ അധികാരത്തിന് കീഴാവുക എന്നതാണ്. ഈ തിരിച്ചറിവാണ് സകല ലക്ഷ്യങ്ങളുടെയും പരമമായ ലക്ഷ്യം. തൻ്റെ നഫ്സിനെ തിരിച്ചറിഞ്ഞവൻ തൻ്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞു എന്ന ഹദീസിനെ കുറിച്ച് അല്ലാമ സുഖൈറജ് റളിയല്ലാഹു അൻഹു തൻ്റെ ചില കുറിപ്പുകൾ പറഞ്ഞു. അറിയുക, ഈ മഹത്തായ ഹദീസ് അതിൻ്റെ വാക്കുകൾ ചുരുക്കമാണെങ്കിലും കാണാനാകാനാവത്തത്ര അറിവുകളും ജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. എങ്ങനെ ഉൾക്കൊള്ളാതിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നവരും ളാദ് എന്ന അക്ഷരം ഉച്ചരിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരുമാണല്ലോ. അതായത് അറബി ഭാഷക്ക് ഒരു പ്രത്യേക, അറബി ഭാഷ ളാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. ഒരു നല്ല അറബിയിൽ പ്രാവീണ്യം ലഭിച്ച ആൾ എന്നാൽ ളാദ് ഉച്ചരിക്കുന്നവർ എന്ന് പറയാറുള്ളത്. ളാദ് എന്നുള്ള അക്ഷരം അറബിയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അറബി ഭാഷയിൽ ഏറ്റവും കഴിവുള്ള ആളാണ് ശ്വാസങ്ങൾ. അപ്പോൾ ഈ 2-3 കുറച്ച് വാക്കുകൾ കൊണ്ട് ഒരുപാട് ആശയങ്ങൾ ഇതിലൂടെ ശ്വാസങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഈ ഹദീസിൻ്റെ ആശയത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഈ വചനം. എന്താണ്? സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി. സനുരീഹിം, തീർച്ചയായും അള്ളാഹു കാണിച്ചു കൊടുക്കും, ആയാതിന, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ഫിൽ ആഫാഖി, അവൻ്റെ ചുറ്റുപാടുകളിലും, വഫി അംഫുസിഹിം, അവൻ്റെ തന്നെ ഉള്ളിലും, ഹത്താ യതബയ്യന ലഹും, അവൻ വ്യക്തമാവുന്നത് വരെ, അന്നഹുൽ ഹക്ക്, ഹക്കാണെന്ന് വ്യക്തമായി സ്ഥിരപ്പെടുന്നത് വരെ. അവലം യക്ഫീ ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാത്തിനും എല്ലാ കാര്യത്തിനും സാക്ഷിയാണെന്ന നിലക്ക് അള്ളാഹു മതിയിലെ നിങ്ങൾക്ക്? അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്, പിന്നെ അവൻ മതിയിലെ നിങ്ങൾക്ക്? അഫി അംഫുസിഹിം അഫലാ തുബ്സിറൂൻ, അഫി അംഫുസിക്കും, നിങ്ങളുടെ ഉള്ളിലും അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ വെച്ചിട്ടുണ്ട്. അഫലാ തുബ്സിറൂൻ, എന്നിട്ടും നിങ്ങളത് കണ്ടറിയുന്നില്ലേ എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കേണ്ടത്. ഈ ആയത്തുകളൊക്കെ ഈ ഹദീസിൽ അള്ളാഹു ചുരുക്കിയിട്ടുണ്ട്. വഖാല ഷെയ്ഖ് താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഫി ലതായിഫിൽ മിനൻ, ബഹുമാനപ്പെട്ട താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സെക്കന്ദരി റളിയല്ലാഹു അൻഹു വഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തൻ്റെ ലതായിഫിൽ മിനനിൽ പറയുന്നുണ്ട്, സമയത്ത് ഷെയ്ഖുന അബുൽ അബ്ബാസുൽ മുർസി, ഞാൻ എൻ്റെ ഷെയ്ഖിൽ നിന്ന് കേട്ടു, അബുൽ അബ്ബാസുൽ മുർസി റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന്. ബഹുമാനപ്പെട്ടവർ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖലീഫയാണ്. മഹാനവറുകൾ പറഞ്ഞു, യഖൂൽ, അദ്ദേഹം പറഞ്ഞു, ഫി ഹാദിഹിൽ ഹദീസി തഅവീലാൻ, ഈ ഹദീസിന് 2 വിശദീകരണങ്ങളുണ്ട്. അഹദഹുമാ, അതിലൊന്നാമത്തെ വിശദീകരണം, മൻ അറഫ നഫ്സഹു, ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ, ബിദുല്ലിഹ, അതിൻ്റെ തായ്മയിലും അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലും, വജ്സിഹ, അതിൻ്റെ കഴിവുകേടിലും, വഖഹരിഹ വഫഖരിഹ, അതിൻ്റെ ദാരിദ്ര്യത്തിലും ഒക്കെ അറിഞ്ഞാൽ, അതായത് ഒരാൾക്ക് സ്വന്തം നഫ്സിന് സ്വന്തമായൊരു കഴിവില്ല, എല്ലാം അതിൻ്റെ മോശപ്പെട്ട അവസ്ഥയാണ്, അതിനൊരു സ്വന്തമായി ഒന്നുമില്ല, അവന് നൽകപ്പെട്ടതല്ലാതെ സ്വന്തമായി ഫക്കീറാണ് എന്ന് ഒരാൾക്ക് ബോധ്യം വന്നാൽ, കഴിവുകേട് ഒരാൾക്ക് ബോധ്യം വന്നാൽ, അതുകൊണ്ടാണ് മാരിഫത്തിലേക്കുള്ള ഒരു പടവ് തന്നെ നമ്മളെ കഴിവുകേട് തിരിച്ചറിയലാണ്, എനിക്കൊന്നിനും കഴിയൂല എന്ന് മനസ്സിലാക്കലാണ്.
അങ്ങനെ മനസ്സിലായാൽ അല്ലാഹു തആല അവനറിയും. എങ്ങനെ അറിയും? ബി ഇസ്സത്തി, അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട്. അള്ളാഹു അടിമ ഏറ്റവും താഴ്ന്നവനാണെങ്കിൽ അള്ളാഹു ഏറ്റവും ഇസ്സത്തുടയവനാണ്. വഖുദ്റത്തിഹി, അടിമ ഒന്നിനും കഴിവില്ലാത്തവനാണെങ്കിൽ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇനാഹു, അടിമ എല്ലാത്തിനെയും ആശ്രയിക്കുന്ന ഫക്കീറാണെങ്കിൽ അള്ളാഹു ഒരാളെയും ആശ്രയിക്കാത്ത സ്വതന്ത്രനാണ്. ഫയക്കൂനു മാരിഫത്തുൻ നഫ്സി അവ്വലൻ, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആദ്യം നഫ്സിൻ്റെ മാരിഫത്ത് കടന്നു വരുന്നത്. സുമ്മ മാരിഫത്തുല്ലാഹു മിൻ ബഅദു, അതിനുശേഷം അള്ളാഹുവിൻ്റെ മാരിഫത്തും കടന്നു വരും. അപ്പോൾ മാരിഫത്ത് നഫ്സ് ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തം നഫ്സിൻ്റെ മോശത്തരങ്ങൾ, ബലഹീനതകൾ, കുറവുകൾ അവൻ അറിയുന്നു. അങ്ങനെ റബ്ബിനെ അറിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. വസാനി, രണ്ടാമത്തെ വിശദീകരണം, മൻ അറഫ നഫ്സഹു, ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ, ഫഖദ് ദല്ല ദാലിക മിൻഹു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അലാ അന്ന അറഫല്ലാഹു ഖബ്ലു, അവൻ അതിനു മുമ്പ് അവൻ്റെ റബ്ബിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന്. അത് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. മൻ അറഫ നഫ്സഹു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ ഉറപ്പാണ് അവൻ അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹിനെ അറിയാതെ അവൻ നഫ്സിനെ അറിയാൻ പറ്റൂല എന്നാണ് അതിൻ്റെ അർത്ഥം. മൻ അറഫ നഫ്സഹു, ആരെങ്കിലും നഫ്സിനെ അറിഞ്ഞാൽ ഫഖദ് ദല്ല ദാലിക, അത് സൂചിപ്പിക്കുന്നത്, അത് തെളിവ് നൽകുന്നത്, അത് സൂചിപ്പിക്കുന്നത് എന്താ? അലാ അന്നഹു അറഫല്ലാഹു ഖബ്ലു, അതിനു മുമ്പ് അവൻ അള്ളാഹുവിനെ അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അവ്വലു ഹാലു സാലിക്കീൻ വസാനി ഹാലുൽ മജ്ദൂബീൻ. അവ്വലു ഹാലു സാലിക്കീൻ, ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ ഹാല് അവസ്ഥ അത് സാലിക്കീങ്ങളെ അവസ്ഥയാണ്. വസാനി, രണ്ടാമത്തത് ഹാലുൽ മജ്ദൂബീങ്ങളെ അവസ്ഥയാണ്. അതായത് ഒരാളിങ്ങനെ സാലിക്കാവാന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി ഇങ്ങനെ മുന്നോട്ട് പോയി അള്ളാഹുവിൽ എത്തിച്ചേരുക, പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 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 അവസാനത്തിലേക്ക് സുലൂക്കിൻ്റെ വയ്യതാണ്. അപ്പോൾ ഒരാൾ അള്ളാഹുവിൽ എത്തിച്ചേരുന്നു, സാലിക്കീങ്ങൾ അള്ളാഹുൽ എത്തിച്ചേരും എങ്ങനെയാണ്? അവൻ്റെ കുറവുകൾ മനസ്സിലാക്കി, അവൻ്റെ കഴിവുകേട് മനസ്സിലാക്കി, അവൻ്റെ അള്ളാഹുവിൻ്റെ ആശ്രിതത്വം മനസ്സിലാക്കി, അവനൊന്നും കഴിവില്ലാന്ന് മനസ്സിലാക്കി, അങ്ങനെ 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 അവസാനം അള്ളാഹുൽ എത്തിച്ചേരലാണ്. അതാണ് സാലിക്കീങ്ങളെ അവസ്ഥ. എന്നാൽ മജ്ദൂബീങ്ങളെ അവസ്ഥ എന്താണ്? അവരെന്താണോ അവരവസ്ഥ, അതിൽ നിന്ന് അള്ളാഹു അവരെ പിടികൂടുക ചെയ്യുക, ഒറ്റ വലിയ അവനിലേക്ക് വലിക്കും. അപ്പോൾ അവർ സ്വന്തം നഫ്സിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നഫ്സ് ഇത്ര മോശമാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അള്ളാഹു ഒറ്റ വലിയ അവനിലേക്ക് കൊണ്ട് വലിക്കും. ആ വലിക്കുമ്പോൾ ആ വലിയിലൂടെ അവൻ അള്ളാഹിനെ അറിയും. പിന്നെ അള്ളാഹിനെ അറിഞ്ഞിട്ടാണ് പിന്നെ നഫ്സിനെ അറിയുക. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു കാണാം, ഒരു തിജാനി മുരീദ് ഈ രണ്ടിനെയും സംയോജിച്ചവനാവണം. സംയോജിപ്പിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹിൻ്റെ ഖലീഫയിലായിട്ട് അതിനെ സംയോജിപ്പിക്കുക. ഇപ്പോൾ ജദ്ബും സുലൂക്കിലും അവനുണ്ടാവണം. ഒരു തിജാനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ഉണ്ടാവുന്ന അവൻ്റെ തർബിയത്ത് ജദ്ബിലൂടെയാണ്, പിന്നെയാണ് അവന് സുലൂക്ക് ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ഒരു മുരീദ് ഓനിങ്ങനെ ത്വരീക്കത്തിൽ വന്ന് ദിക്റൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഫത്തഹായി. ഫത്തഹായി കുറച്ച് കഴിയുമ്പോഴത്തേന് പഴയ പോലെ തന്നെ, ഓന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകുന്നുണ്ട്, മോശം രീതിയിൽ സംസാരിച്ച് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഓനിത് ഫത്തഹായ ആളാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അതെന്തുകൊണ്ടാവും? അവർ ഫത്തഹാവുന്നത് ജദ്ബിലൂടെയാണ്, അതായത് സുലൂക്കിലൂടെയല്ല. അള്ളാഹു ഒരൊറ്റ വലി അവരിലേക്ക് വലിക്കുന്നതാ. അതാണ് യഥാർത്ഥത്തിലുള്ള യാത്രയും. പിന്നെയാണ് അവർക്ക് സുലൂക്ക് വരുന്നത്, അതാണ് തസ്കിയത്ത്. അപ്പോൾ ആദ്യം അവർക്ക് ആ ജദ്ബ് ഉണ്ടാവുകയും അള്ളാഹുവിൽ എത്തിച്ചേരുകയും പിന്നെ പതിയെ പതിയെ അവർ അവരുടെ നഫ്സിനെ തിരിച്ചറിയുകയും അതിനെ കൊന്ന് അതിൻ്റെ വീഴ്ചകളൊക്കെ മാറ്റി കുറവ് റെഡിയാക്കി ഏറ്റവും നല്ല സൽസ്വഭാവികളായി അള്ളാഹിൻ്റെ അടിമയായിട്ട് ജീവിക്കാൻ പരിശീലിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എളുപ്പമുള്ള മാർഗവും. മറ്റേത് കുറച്ച് കടുപ്പുള്ള മാർഗ്ഗം, അതിൽ എത്തിച്ചേരൂല. പോകുമ്പോഴത്തേന് ഏതെങ്കിലും വഴി തടഞ്ഞു വീണും പിന്നെ ലക്ഷ്യത്തിലെത്തണം നിർബന്ധമൊന്നുമില്ല. ഇത് ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം ഉള്ള തിരിഞ്ഞുള്ള യാത്രയാണ്. ആ തിരിഞ്ഞുള്ള യാത്ര കുറച്ചും കൂടി എളുപ്പമുള്ള യാത്രയാവും എന്ന് കരുതി അവിടെയും പരാജയപ്പെടില്ല എന്നല്ല, പരാജയപ്പെടാനുള്ള ചാൻസ് കുറയുന്നു മാത്രം. മറ്റേത് പരാജയപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. സാലിക്കീങ്ങൾ അവിടെ എത്തിച്ചേരാൻ അങ്ങനെ മുന്നോട്ട് പോയി അവിടെ എത്തുന്ന 1000 പേര് തുടങ്ങിയിട്ട് അവിടെ എത്തുന്നവൻ ചിലപ്പോൾ 1-2 ആൾക്കാരേ ഉണ്ടാവുള്ളൂ.
അത് ചാൻസ് കുറവാണ് അവിടെ എത്തിച്ചേരാൻ. എന്നാൽ ജദ്ബ് ആദ്യം സുലൂക്ക് രണ്ടാമതും ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ എത്തിച്ചേർന്ന് പിന്നെ പരാജയപ്പെടാനുള്ള ചാൻസ് കുറവാണ്. കാരണം അവന് അള്ളാഹുവിനെ അറിയാവുന്ന ഒരു ഘട്ടത്തിലാകുമ്പോൾ അവന് അള്ളാഹിൻ്റെ ഗഫ്ലത്ത് താങ്ങാൻ പറ്റണമെന്നില്ല പലപ്പോഴും. അല്ലെങ്കിൽ അവൻ അത്രയും അള്ളാഹുവിൻ്റെ അളബിൻ്റെ പാത്രമായ ജൂതന്മാരെ പോലൊക്കെ ആയി പോകണം. അല്ലെങ്കിൽ അവന് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ തിജാനികൾ ചിലപ്പോൾ അവർക്ക് ഈ ജദ്ബാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്, പിന്നെ സുലൂക്ക് എന്ന് പറയുന്നതും എന്താണ്, ഈ പറയുന്ന രൂപത്തിൽ അവൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കുക, അവൻ്റെ കഴിവുകേടുകൾ മനസ്സിലാക്കുക, അവൻ്റെ കുറവുകളും നഫ്സിൻ്റെ കുറവുകളും മനസ്സിലാക്കുക. എന്നിട്ട് അതിങ്ങനെ ശുദ്ധീകരിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാല ഷെയ്ഖ് അബൂ താലിബിൽ മക്കി, ബഹുമാനപ്പെട്ട അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫീ കൂത്തുൽ കുലൂബ് എന്ന് പറഞ്ഞാൽ തസൗഫിൻ്റെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അവാരിഫുൽ മാരിഫ് പോലെ, അവാരിഫ് മാരിഫ് ഇമാം സുഹർവർദി തങ്ങളുടേതാണ്. അപ്പം റിസാല ഇമാം കുശേരി തങ്ങളാണ്. ഇഹ്യാഉൽ മുഹമ്മദീൻ ഇമാം ഗസാലി തങ്ങളുടേതാണ്. അതുപോലത്തെ പഴയ കാലത്ത് രചിക്കപ്പെട്ട തസൗഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥത്തിലൊന്നാണ് കൂത്തുൽ കുലൂബ്. അപ്പോൾ കൂത്തുൽ കുലൂബ് എഴുതിയ ഷെയ്ഖ് അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മാനവകളുടെ ചില ഔറാദുകൾ അഹ്മദ് തിജാനി തങ്ങൾക്ക് റസൂലുള്ളാഹിങ്ങൾ നേരെ സമ്മതം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഹജാബ് ഔറാദിലൊക്കെ കാണാം, കൂത്തുൽ കുലൂബിൽ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, അതിൽ അബൂ താലിബിൽ മക്കി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, മഅനാഹു, ഈ നഫ്സ് ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? ഇതാ അറഫ്ത സിഫാത്തു നഫ്സിക്ക, നിങ്ങൾ നിങ്ങളുടെ നഫ്സിൻ്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കിയ, ഫീ മുആമലത്തി ഹൽഖി, എങ്ങനെ മനസ്സിലാക്കിയാൽ? ജനങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ മുആമലയിൽ ഇടപഴകത്തിൽ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളെപ്പറ്റി മനസ്സിലാക്കുക. നമ്മൾ ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ, നമ്മൾ സുഹൃത്തുക്കളുമായിട്ട്, ഭാര്യമാരുമായിട്ട്, മക്കളുമായിട്ട്, നമ്മളെ ഇഖ്വാനിങ്ങളുമായിട്ട്, അയൽവാസികളുമായിട്ട്, സമൂഹമായിട്ടൊക്കെ ആയിട്ട് ഇടപഴകുമ്പോൾ, വഅന്നക തക്റഹു യഅ്തിറാദ അലൈക്, മറ്റുള്ളവർ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. നിങ്ങൾ ചെയ്ത ശരിയല്ല, പറ്റൂല എന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഫി അഫ്ആലിക്ക്, നിങ്ങളുടെ പ്രവർത്തനത്തെ. ഇപ്പം നിങ്ങളെ പ്രവർത്തനം വരുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനെ എതിർത്താൽ, നിങ്ങൾ സുഹൃത്തുക്കൾ എതിർത്താൽ, ഇഖ്വാനികൾ എതിർത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമോ? നിങ്ങൾക്ക് അതൊരു ഇഷ്ടക്കേടുള്ള കാര്യമായിരിക്കും. വൻ യുവാബാലേക്ക മാ തസ്നഉ, നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളിൽ കുറവുകൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. ഇത് പൊതുവിലാണ് പറയണത് കേട്ടോ. മറ്റുള്ളവർ നിങ്ങളെ പ്രവർത്തനത്തിൽ നിങ്ങൾ കുറവ് കാണുക, അത് ശരിയില്ലല്ലോ, അത് തെറ്റാണല്ലോ, അങ്ങനെ എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറയുക, മൊത്തത്തിൽ നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനത്തിലുള്ള കുറവുകൾ കണ്ടെത്തുക. ഇതൊക്കെ പറയണേ നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. നമുക്കിഷ്ടം അതൊന്നും കുറവുകൾ കണ്ടെത്താത്തായിരിക്കും. ഇത് നമുക്കറിയാലോ. എങ്കിൽ അറഫ്ത മിൻഹു സിഫാത്തു ഹാലിക്കിക്, അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഹാലിക്ക്, നിങ്ങളെ സൃഷ്ടാവിൻ്റെ വിശേഷണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നല്ല എളുപ്പമാണ്. വഅന്നഹു യക്റഹു ദാലിക്, അവനും അതുപോലെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് വളരെ എന്തൊരു വലിയ വാക്കാണിത്. ഒരുപാട് ഞാനിതിങ്ങനെ വായിച്ചപ്പോൾ ഒരുപാട് ചിന്തിച്ചു പോയി. വഅന്നഹു യക്റഹു ദാലിക്, അള്ളാഹു അത് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് പ്രവർത്തിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യം തന്നു, നമ്മൾ പറയണത് എന്താ? ഇത് വേണ്ട, ഇതിൽ പ്രശ്നമുണ്ട്, എനിക്ക് വേണ്ടത് വേറൊന്ന് വേണം എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടണം എന്നങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. എന്തിനാ എനിക്കിതൊക്കെ തന്നത് എന്നാണ് ചോദ്യം അടുത്തത്. എനിക്കിതൊക്കെ തന്ന എന്തിനാ എനിക്ക് ഇന്നങ്ങനെ ബുദ്ധിമുട്ടാക്കണത്? നമ്മളെ ദുആ തന്നെ എന്താ? ഞാൻ ജീവിതത്തിൽ സന്തോഷം തന്നെ അനുഭവിച്ചിട്ടില്ല, ദുഃഖം തന്നെയല്ലേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, പ്രയാസങ്ങൾ മാത്രമല്ലേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ എന്നൊക്കെ അള്ളാഹുവോട് നമ്മളിങ്ങനെ കുറ്റം പറയുക. അതായത് അള്ളാഹിൻ്റെ പ്രവർത്തനത്തെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുക. നമ്മളെ പ്രവർത്തനത്തെ ആരെങ്കിലും കുറ്റപ്പെടുത്തി നമുക്ക് ഇഷ്ടമാകുമോ? എന്നാൽ റഹ്മാനും റഹീമുമായ അഫൂറും ഗഫാറുമായ വദൂദും ഒക്കെ ആയിട്ടുള്ള റബ്ബ്, ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മളെ പരിരക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, പോറ്റുന്ന നമ്മളെ റബ്ബ് നമ്മൾക്ക് ചെയ്തു തരുന്ന പ്രവർത്തനത്തെ നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ്, നമുക്കത് ശരിയല്ല, എപ്പോഴും ശരിയല്ല, എല്ലാത്തിനും കുറവുകൾ.
എല്ലാം മാറണം, ഇത് പോരാ, അത് വേണം, ഇത് വേണ്ട, ഇത് കിട്ടിയില്ല, എനിക്കൊന്നും ശരിയായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, എല്ലാം മാറ്റണം. ഇതാണ് നമ്മളുടെ ആകത്തുക. നമ്മുടെ ജീവിതം തന്നെ പറയണതാണ്. ജീവിതത്തിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം എന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഒരു നേരം ഞാനൊരു പുഞ്ചിരിക്കുന്ന അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടാണ് പോണത്. ആരാണോ നിങ്ങൾക്ക് തന്നത് അവനെ കുറ്റപ്പെടുത്തുന്നതിലേക്കല്ലേ. നമ്മൾ ഇങ്ങനെ മുസാഫും നടുവിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടായിരിക്കും ഇത് പറയുന്നുണ്ടാവുക ഓതിക്കൊണ്ട്. എന്തെൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല, ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് ഒന്ന് പുഞ്ചിരിക്കും, ഒന്ന് റാഹത്തിലൊന്ന് കിടന്നുറങ്ങാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ആരെങ്കിലും അങ്ങനെ, നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിനെ ആരെങ്കിലും അങ്ങനെ പറയണത് കേട്ടാലോ, നമ്മൾ പെണ്ണുങ്ങൾ നമ്മൾ ഒറ്റ വാക്ക് പറയണത് ഓക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും നമ്മളെ അവസ്ഥ? നമ്മളെ മക്കൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടമായി കൊടുത്ത കാര്യങ്ങൾക്ക് ഇഷ്ടമായില്ല, ഒരു പറയാ എന്തെങ്കിലും ഒരു നന്മ ഈ വാപ്പ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? ജീവിതം മുഴുവൻ കഷ്ടപ്പെടുത്തിയല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ? അതുപോലെ അത് മനസ്സിലാക്കിയാൽ, അതുകൊണ്ട് മൻ അറഫ നഫ്സഹു, ആരെങ്കിലും സ്വന്തം നഫ്സിനെ മനസ്സിലാക്കിയാൽ ഫഖദ് അറഫ റബ്ബ, അതുകൊണ്ട് അതിലൂടെ അവനെ റബ്ബിനെ മനസ്സിലാക്കാം. ഇതാണ് അവൻ്റെ നഫ്സിൻ്റെ അവസ്ഥയെങ്കിൽ അവൻ്റെ റബ്ബിൻ്റെ അവസ്ഥയും അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നിട്ടാണ്. ഇതിന് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളെങ്ങനെയാണോ അതിനെ നേരിടുന്നത് അതുപോലെ ആയിരിക്കും നമ്മൾ റബ്ബും അതിനെ നേരിടുക. ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നു, സ്വാഭാവികമായി നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഒരാളെ നമ്മൾ കാര്യത്തെ പറഞ്ഞു, അത് ശരിയല്ല, പറ്റൂല എന്ന് പറഞ്ഞു, നമുക്ക് ഇഷ്ടമുണ്ടാവും, നമുക്കിങ്ങനെ തരിച്ച് കയറും. എന്താപ്പം ഞാൻ പറഞ്ഞത് കേട്ടാൽ എന്താപ്പം ഇനി കുഴപ്പം, അതല്ലേ ശരി എന്നൊക്കെ പറഞ്ഞ് കയറാനൊക്കെ തോന്നുക. അവിടെ അതിനെ സംയമനം പാലിച്ച് സാരില്ല, നിങ്ങൾ പറഞ്ഞതിന് ശരി, അതുപോലെ ചെയ്യാം, എന്തായാലും തിരുത്തേണ്ടത് എന്ന് പറയുക, അതിന് ശീലാക്കുക, അതൊരു രസമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നോക്കിയേ. ആ ഒരു ഫീഡ്ബാക്കിനെ മുഴുവൻ അവർ നമ്മൾക്ക് തരുന്ന ഫീഡ്ബാക്കുകൾ ഉണ്ടല്ലോ, സൃഷ്ടികൾ നമുക്ക് തരുന്ന ഫീഡ്ബാക്കുകൾ, നമ്മളെ പ്രവർത്തനത്തിന് തരുന്ന, അത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് മാറ്റണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു തരുന്ന നമ്മളുടെ ഫീഡ്ബാക്കുകളുണ്ട്. ഫീഡ്ബാക്കിന് എന്താ മലയാളം പറയാൻ എനിക്കറിയില്ല. അതിന് നമ്മൾ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ നഫ്സിനെ അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബും നമ്മൾ അങ്ങനെ മാറ്റൂലേ. നമ്മൾ സ്ഥിരമായ ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയല്ല അള്ളാഹിനോട്. അള്ളാഹു നീ ശരിയല്ല, എനിക്കത് വേണം, ഇത് വേണ്ട, അങ്ങനെ പറ്റൂല, അങ്ങനെ വേണം, അത് ഇത് ചെയ്യൂല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ. ആ പറയുന്നതിൽ അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ സഹിക്കും. നമ്മൾ സാറില്ല, ഓന് പറയട്ടെ, കുഴപ്പമില്ല എന്ന് പറയും. കാരണം ഓൻ അടിമകളോട് നമ്മളങ്ങനെ പെരുമാറുന്നു, അതുപോലെ അള്ളാഹു നമ്മളോട് പെരുമാറും. അടിമകളുടെ കുറവുകൾ നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുകയാണെന്ന് കരുതുക. അവർ നമ്മൾ കുറ്റപ്പെടുത്തുന്നു, നമ്മൾ കുറ്റമൊന്നും ഉണ്ടായില്ല, എന്നിട്ട് പുറത്ത് കുറ്റപ്പെടുത്തുന്നു, ചീത്ത പറയുന്നു, ആക്കുന്നു, നമ്മൾ ആളുകളുടെ മുമ്പിൽ അധിക്ഷേപിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു എന്ന് കരുതുക. എന്നാൽ അവർക്ക് നമ്മൾ പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ തെറ്റ് ചെയ്യുന്നു, വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു, അവൻ പറഞ്ഞതൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല, അങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അത് അള്ളാഹു പുറത്തു തരും. അപ്പോൾ ആരെങ്കിലും സ്വന്തം നഫ്സിനെ മനസ്സിലാക്കിയാൽ അതുപോലെ റബ്ബിനെ മനസ്സിലാക്കാൻ വളരെ സുഖം. അതുകൊണ്ടാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ആരെങ്കിലും സ്വന്തം നഫ്സിനെ തിരിച്ചറിഞ്ഞാൽ അവൻ അതിലൂടെ റബ്ബിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് നഫ്സിനെ ഇങ്ങനെ നോക്കുന്നതിലൂടെ, നഫ്സിൻ്റെ അനിഷ്ടങ്ങളും മാറ്റുന്നതിലൂടെ, നഫ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോക്കുന്നതിലൂടെ, നഫ്സ് എങ്ങനെയാണ് പെരുമാറുന്നത് നോക്കുന്നതിലൂടെ റബ്ബിൻ്റെ പെരുമാറ്റത്തെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ഒക്കെ മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫർള ബി ഖലാഇഹി, അതുകൊണ്ട് മഹാനവകൾ പറയാം, ഫർള ബി ഖലാഇഹി, അള്ളാഹിൻ്റെ ഖലാഇനെ, തീരുമാനങ്ങളെ നമ്മൾ തൃപ്തിപ്പെടുക. ബിമാ തുഹിബ്ബു അൻ തുആമില ബിഹി, ഏതുപോലെ നിങ്ങളെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ തൃപ്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അള്ളാഹിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തൃപ്തിപ്പെടുക. അതൊക്കെ തന്നു, ഇതെനിക്ക് അള്ളാഹ് തന്നാന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? അള്ളാഹ് തന്നാണ്, എനിക്കിഷ്ടമാണ്, മതി, ഇത് മതി, എനിക്ക് എൻ്റെ അള്ളത്തറ തന്ന് എനിക്കൊരു കുഴപ്പമില്ല, അത് മതി എന്ന് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? വഖൗലു ഷെയ്ഖ് അബി താലിബ് ഹാദാ ഫി കിതാബിൽ കൂത്തിൽ അബൂ താലിബ് മക്കി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് അല്ലദീ ഹുവ മുദവ്വനത്തു സൂഫിയ, സൂഫിയാക്കന്മാർ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തമായ രൂപമാണ്. എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചുരുക്കി പറഞ്ഞതുണ്ടാവും. വളരെ രസകരമായ വാക്ക്, അസ്റഹു ഫിൽ മുറാദ്, അതിൻ്റെ ലക്ഷ്യത്തിനോട് ഏറ്റവും ക്ലിയറായി പറയുന്ന ഒരു കാര്യം.
വൈൻ കാനത്ത് ഹാദിഹിൽ അഖ്വാലു കുല്ലഹ തസാബഖു ഇലൽ മർമ അല്ലദി ഖസദ്നാഹു തസാബഖു ഹൈലൽ ത്വറാദ്. ഈ സൂഫിയാക്കന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരേ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ പടക്കുതിരകളെ പോലെയാണെങ്കിലും ഈ പറഞ്ഞ വാക്ക് കുറച്ചും കൂടെ അതിൽ വ്യക്തമുള്ളതാണ് എന്ന്. വഖദ് ദക്കറ ഹാദിഹിൽ അഖ്വാൽ കുല്ലഹ, ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് ആര്? ഷെയ്ഖ് ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി തആല തങ്ങൾ ഫി ജവാബിഹി അൻ ഹാദിഹിൽ ഹദീസ്, ഈ ഹദീസിനെ വിശദീകരണം ബഅദ അൻ ഖാല ഫീഹി, എന്നിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഇന്ന ലൈസ ബി സഹീഹിൻ, ഇത് സഹിയ ഹദീസ് അല്ല, അതായത് സനദിലൂടെ ഇത് സഹിഹല്ല. നമ്മൾ ഈ ഹദീസിനെ ഉദ്ധരിക്കുമ്പോൾ ഇത് സഹിഹ ഹദീസ് എന്ന് പറഞ്ഞ് പറയരുത്. സനദിലൂടെ ഇത് സഹിഹല്ല, പക്ഷേ കശ്ഫിലൂടെ സഹിഹാണ്. വനക്കല അൻ നവവി അന്നഹു ഖാല ഫീഹി ഫിൽ ഫതാവ, ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ഫതാവയിൽ പറയുന്നത് ലൈസ ബി സാബിത്തിൻ, ഇത് സ്ഥിരപ്പെട്ടൊരു ഹദീസും അല്ല എന്ന് പറയുന്നുണ്ട്. വദക്കറാനി ദർകശി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഫീഹി ഫിൽ അഹാദീസിൽ മുസ്തഹിറ ദക്കറ ഇബ്നു സമആനി അന്നഹു മിൻ കലാമി യഹ്യ ഇബ്നു മുആദ് റാജി. ബഹുമാനപ്പെട്ട ദർകശി ഇമാമും ബഹുമാനപ്പെട്ട ഇബ്നു സമആനി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ പറഞ്ഞത് അത് റസൂലുള്ളാഹിങ്ങൾ പറഞ്ഞതല്ല, പകരം യഹ്യ ഇബ്നു മുആദ് റാജി റളിയല്ലാഹു അൻഹു തങ്ങൾ എന്ന വലിയ മഹാൻ പറഞ്ഞ വാക്കാണ് എന്നും പറയുന്നുണ്ട്. വഖാല ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞു അൽ അദബു വുഖൂഫു മഅൽ മുസ്തഹ്സനാത്ത്, അദബ് എന്ന് പറഞ്ഞാൽ വുഖൂഫു മഅൽ മുസ്തഹ്സനാത്ത്, മനോഹരവും സ്വീകാര്യവുമായ കാര്യങ്ങളിൽ നിലകൊള്ളലാണ്. നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ ഒരു കാര്യം അദബിലാണ് നമ്മൾ ചെയ്ത് നോക്കിയാണ് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഏറ്റവും മനോഹരമായി അതാണോ ചെയ്യേണ്ടത് നോക്കിയാൽ മതി. നമ്മൾ വേറൊരാൾ ചെയ്യുമ്പോൾ അത് നല്ല മനോഹരമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നാണോ നമ്മളാ ചെയ്തത് നോക്കിയാൽ മതി. അപ്പോൾ ഏറ്റവും മനോഹരമായ സ്വീകാര്യമായ കാര്യങ്ങൾ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അദബ്. കീലലഹു മാ മാന ദാലിക, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൻ തുആമിനല്ലാഹു സിർറൻ വ അലാനിയതൻ ബിൽ അദബ്, അത് അള്ളാഹുവുമായി ഇടപഴകലാണ്. സിർറൻ വ അലാനിയതൻ, രഹസ്യമായ പരസ്യമായ ബിൽ അദബ്, അദബോടുകൂടി. വൈൻ കാനത്ത് കദാലിക കുന്തു അദീബൻ, അങ്ങനെ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ അദബുള്ളവനായിത്തീരും. വൈൻ കുന്തു അജമിയൻ, നിങ്ങളൊരു അജമിയാണെങ്കിലും അറബി അല്ലെങ്കിൽ പോലും. സുമ്മ അൻഷദ, പിന്നെ ഈ വാക്കുകൾ കവി പാടി ഈ വാക്കുകൾ അദ്ദേഹം ഉദ്ധരിച്ചു. ഇദാ നതഖത് ജാഅത് ബികുല്ലി മലീഹത്തിൻ വഇൻ സകതത് ജാഅത് ബികുല്ലി മലീഹി. ഇദാ നതഖത്, അവൾ സംസാരിച്ചാൽ ജാഅത് ബികുല്ലി മലീഹത്തിൻ, എല്ലാ സൗന്ദര്യമുള്ള രൂപങ്ങൾ കൊണ്ടും സൗന്ദര്യമുള്ള പ്രയോഗങ്ങൾ കൊണ്ടും അവൾ സംസാരിക്കും. ഇപ്പോൾ ഒരു കാമുകിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാമുകി സംസാരിച്ചാൽ അവൾ ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട്, ഏറ്റവും സൗന്ദര്യമായ വാക്കുകൾ കൊണ്ട് അവൾ സംസാരിക്കും. വൈൻ സകതത്ത്, അവൾ സംസാരിക്കുന്നില്ല മൗനം പാലിക്കുകയാണെങ്കിലോ ജാഅത് ബികുല്ലി മലീഹി, അവൾ ഏറ്റവും നല്ല ഭാവങ്ങൾ കൊണ്ട്, മുഖഭാവങ്ങൾ കൊണ്ട്, എക്സ്പ്രഷൻ കൊണ്ട് എന്ത് ചെയ്യും? മൗനം പാലിക്കുകയും ചെയ്യും. ഇതുപോലെയാണ് ഒരു അദബ് ഉണ്ടാവുക എന്ന് തന്നെ. നമ്മൾ മൗനം പാലിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ മൗനം പാലിക്കാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ മൗനം പാലിക്കുകയാണ് നല്ല അദബ്. ഞാൻ ഇനിയൊന്നും മിണ്ടുന്നില്ല എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയല്ലേ, ഞാൻ ഇനി ആ വിഷയത്തിൽ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് മുഖം ഇങ്ങനെ വീർപ്പിച്ച് നടക്കുക, ഇനിയൊന്നും മിണ്ടൂല, ഇനിയിപ്പോൾ മുണ്ടിയാലല്ലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറില്ല നമ്മൾ. ആ മുഖം വീർപ്പിച്ച് നടക്കുക, അതാണ് ഏറ്റവും സൗന്ദര്യമായ മൗനം അല്ലല്ലോ. ഞാൻ ഇതിൽ പറയാൻ പോകുന്ന എന്തൊക്കെയോ വിളിച്ച് പറയാം, അതാണ് ഏറ്റവും സൗന്ദര്യമായ സംസാരം അല്ലല്ലോ. അപ്പോൾ സംസാരിച്ചാൽ ഏറ്റവും സൗന്ദര്യ രൂപത്തിൽ സംസാരിക്കുക, മൗനം പാലിക്കുമ്പോൾ ഏറ്റവും സൗന്ദര്യമായ രൂപത്തിൽ മൗനം പാലിക്കുക. കൂലു ഹൈറൻ ഔലു ഇസ്മത്ത് എന്ന് പറഞ്ഞാൽ നല്ലത് സംസാരിക്കില്ല, മുണ്ടാതിരിക്കണം എന്ന് പറയുന്നത് മുണ്ടാതിരിക്കുന്നത് നല്ല രൂപത്തിലാവണം. ഞാനെ പറ്റി ഒന്നും മിണ്ടുന്നില്ല, ഒന്നും മിണ്ടാതിരിക്കുക, ഒരു കാര്യം കേൾക്കാതിരിക്കുക, അങ്ങനെ ആവരുത്. വമാ അഹ്സന ഖൗലു ബഅദിഹിം ഫിൽ അദബ്, അദബിനെ കുറിച്ച് ഈ ചില മഹത്തുക്കൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര സൗന്ദര്യമുള്ളതാണ്. അൽ അദബു അൻ യുഅദ്ദിബൽ അദബു അബ്ദു ളാഹിറഹു വ ബാത്തിനഹു. അദബ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായോ ആന്തരികമായോ ഒരു അടിമ അദബ് കൈകൊള്ളലാണ്. എങ്ങനെയാണത്? അമ്മ ളാഹിറഹു ബിശ്ശരിയ, ബാഹ്യമായ അദബ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ?
ലാഹിറുഹു ബി ശരീഅത്തുകൊണ്ട് അതബുള്ളവനാവുക എന്നുള്ളതാണ്. വൻ യത്തബിഅ സുന്നത ഖൗലൻ വ ഫിഅലൻ, ലാഹിറായ അതബുള്ള ആളാവുക പറഞ്ഞാൽ ശരീഅത്ത് കൊണ്ടെടുക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ പിന്തുടരുക, വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പിന്തുടരുക എന്നുള്ളതാണ്. അമ്മ ബാത്തിനുഹു, എന്നാൽ ബാത്തിനായ അതബ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ആന്തരികമായ അതബ് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഹഖീഖ, അത് ഹഖീഖത്തിൽ അത് അതബുള്ളവനാവലാണ്. ബിഅൻ യർളാ ബിമാ യരീദു അലൈഹി മിനല്ലാഹു തആല, അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന എല്ലാത്തിലും തൃപ്തിപ്പെടലാണ്. യതലഖാഹു ബിൽ ഖബൂൽ, എല്ലാത്തിനെയും നിങ്ങൾ കബൂലിയത്ത് കൊണ്ട് കണ്ടുമുട്ടലാണ്. കബൂലിയത്ത് എന്ന സ്വീകാര്യത കൊണ്ട് കണ്ടുമുട്ടുക, എല്ലാം നല്ല സ്വീകരിക്കുന്ന അവസ്ഥയിൽ ആവുക. അതായത് ബാഹ്യമായും ആന്തരികമായ അതബുള്ളവനാണ് യഥാർത്ഥത്തിൽ അതബുള്ളവൻ. ബാഹ്യമായ അതബ് എന്ന് പറഞ്ഞാൽ എന്താ? ശരീഅത്തും സുന്നത്തും കൊണ്ടെടുക്കുക. ആന്തരികമായ അതബ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നിങ്ങൾക്ക് തന്ന എല്ലാം തൃപ്തിയോടുകൂടി സ്വീകരിക്കുക, നല്ല സ്വീകാര്യതയോടുകൂടി അതിനെ കണ്ടുമുട്ടുക. വയറ അന്ന കുല്ലു നിഅമത്തുൻ അലൈഹി മിനല്ലാഹു തആല, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന എല്ലാം അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമത്താണ്, അനുഗ്രഹമാണ് നിങ്ങൾ കാണുക. നിങ്ങൾക്കൊന്നും അള്ളാഹു അനുഗ്രഹമായിട്ടല്ലാതെ തരുന്നില്ല, എല്ലാം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇമ്മ ആജിലൻ ഇമ്മ ആജിലത്തൻ, ഇമ്മ ആജിലത്തൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആ അനുഗ്രഹം നിങ്ങൾക്ക് ഉടനടി ഉണ്ടാവുന്നതായിരിക്കും. വൈമ്മ ആജിലത്തൻ ആജിലത്തുൻ, ചിലപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ ഒരു അനുഗ്രഹമാണ്, എല്ലാ അനുഗ്രഹമാണ് ഏതവസ്ഥയിലും. ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നൊരു അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹമായിരിക്കും. അല്ല ആജിലത്തു, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം തന്നെ എന്താ? ബുലൂവൻ നഫ്സി മഹബൂബഹ ആജിലൻ, അപ്പം തന്നെ നിങ്ങളെ നഫ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യമായിരിക്കും. ഇപ്പം നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടി, നല്ലൊരു വസ്ത്രം കിട്ടി, നല്ല ഉറക്കം കിട്ടി, നമുക്ക് നല്ല ശമ്പളം കിട്ടി, നല്ല ജോലി കിട്ടി, ഒരു കുട്ടി വളർന്നു, അങ്ങനെ തുടങ്ങി നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന, അപ്പം തന്നെ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ആജിലൻ എന്ന് പറഞ്ഞാൽ. ആജിലത്തു കൽ അൻവാഇൽ മദാദി വൽ മക്കാരിഹി, ഭാവിയിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഭാവിയുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? കൻവാഇൽ മദാദി വൽ മക്കാരി, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടു, ഒരു അസുഖം ഉണ്ടായി, നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അങ്ങനെ തുടങ്ങി എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവണം, അതും അനുഗ്രഹമാണ്. കാരണം ഫൈനഹു യുസാബു അലൈഹി ആജിലൻ, കാരണം അള്ളാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം നൽകും പിന്നീട്. വയഹത്തു ബിഹാ അൻഹു മിൻ ഹതിയാതിഹി, അതുപോലെ തന്നെ നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ചിലതിനെ അതുകൊണ്ട് അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടും അത് അനുഗ്രഹമല്ലേ. അള്ളാഹു നിങ്ങൾക്ക് എല്ലാ അവസ്ഥയിലും തരുന്ന അനുഗ്രഹങ്ങളാണ്. ഒന്നെങ്കിൽ അത് അപ്പം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്, അല്ലെങ്കിലോ ഭാവി അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഏതെങ്കിലും പാപങ്ങൾ പുറത്തു കൊടുക്കാൻ കാരണമാവും. വിശ്വാസങ്ങൾ പഠിപ്പിച്ചില്ല, ഒരു അമലും ഒരു പ്രയാസവും ഒരു മുഅ്മിനും അള്ളാഹു കൊടുക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു അവൻ്റെ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ, ഒരു രോഗവും അള്ളാഹു കൊടുക്കുന്നില്ല, അതുകൊണ്ട് അവരുടെ തെറ്റുകൾ പുറത്തു കൊടുത്തിട്ടല്ലാതെ, എത്രത്തോളം അവന് മുള്ളു തറക്കുന്നത് പോലും അവൻ്റെ തെറ്റുകൾ പൊറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിശ്വാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒക്കമാക്കാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നുകിൽ അവന് ബാഹ്യമായി അപ്പം തന്നെ മനസ്സിലാവുന്ന ഒരു അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് അവൻ അള്ളാഹു പ്രതിഫലം നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ ദോഷങ്ങൾ പൊറപ്പിക്കുന്നതായിരിക്കും. ഫഹിയ നിഅമത്തും ബിഹാദൽ അതിബാർ, ഈ ഒരു വീക്ഷണത്തിൽ അതും ഒരു നിഅമത്താണ്. വസാഹിബു ഹാദൽ അദബ്, ഈ അദബിൻ്റെ ആള് ഹുവൽ മഹ്സൂസു ബിറുഅയത്തിൻ നിഅമി ഫീ തയ്യിൻ നിഖം, ഒരു പ്രയാസവും കാണാതെ എല്ലാ സമയത്തും അനുഗ്രഹത്തിനെ കാണുന്നവനാണ്. അതായത് അവന് അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നവനാണ് അതബുള്ളവൻ. ഒരാൾ അതബുള്ള ആൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഏതവസ്ഥയാണെങ്കിലും, എന്ത് പ്രയാസമുള്ള അവസ്ഥയാണെങ്കിലും സന്തോഷമുള്ള അവസ്ഥയാണെങ്കിലും അവൻ അള്ളാഹു അനുഗ്രഹം മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരു അടിമ കാണുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അതബുള്ള അടിമ.
ഫയറാ നിഅമത്തുല്ലാഹി തആല അലൈഹി ലാഹിറു വബാത്തിൻ. അങ്ങനെ അവന് അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവൻ അതുകൊണ്ട് ബാഹ്യവും ആന്തരികവുമായ നിയമത്തിനെ കാണുകയാണ് ചെയ്യുന്നത്. ആണ് മഹാനുകൾ പറഞ്ഞത്, ഒരു അദബുള്ളവൻ എന്ന് പറഞ്ഞാൽ ലാഹിറായും ബാത്തിനായ അദബുള്ളവനാണ്. ലാഹിറായ അദബ് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് സുന്നത്തൊക്കെ പരിപാലിക്കലാണ്. ബാത്തിനായ അദബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന് നൽകിയ എല്ലാത്തിലും എല്ലാം അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കലാണ്, എന്നിട്ട് അത് പിന്തുടരലാണ്, അതിനെ തൃപ്തിപ്പെടലാണ്, അതിനെ കബൂലിയത്ത് കൊണ്ട് സ്വീകാര്യത കൊണ്ട് അതിനെ നേരിടലാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവന് ആ സമയത്ത് ഒരു പ്രയാസമുള്ളവനാണെങ്കിലും അവനത് പ്രയാസമല്ല എന്ന് മനസ്സിലാക്കലാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അദബുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവന് എല്ലാത്തിനും അനുഗ്രഹമായി കാണുന്നവനാണ് അദബുള്ളവൻ എന്നാണ് ഇതിലൂടെ പറഞ്ഞത്. ഈ വിശദീകരണത്തിലൂടെ ഏതൊരു കാര്യമാണെങ്കിലും അത് അനുഗ്രഹമാണ്, അള്ളാഹു അവൻ നൽകുന്ന അനുഗ്രഹമായിട്ട് അവൻ കാണുന്നവനാണെന്ന്. കാല ആരിഫ് ബില്ലാഹി സയ്യിദി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഫാസി റഹ്മത്തുല്ലാഹി തആല, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഫാസി റഹ്മത്തുല്ലാഹി തആല തങ്ങൾ പറഞ്ഞു, ഫി ഹാഷിയത്ത് അലാ ശർഹ് ഷെയ്ഖ് അബി അബ്ദുല്ലാഹ് സനൂസി ലി അഖീദത്തു സുഗ്റ. അഖീദത്തു സുഗ്റ എന്ന് പറഞ്ഞ അബു അബ്ദുല്ലാഹ് സനൂസി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കിതാബിൻ്റെ ഹാഷിയയിൽ ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ഫാസി റളിയല്ലാഹു തങ്ങൾ പറഞ്ഞു, മാനസുഹു, ഈ പറഞ്ഞ വാക്കുകൾ. കാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഫി തഫ്സീരി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ, വഅസ്ബഅ അലൈക്കും നിഅമഹു ലാഹിറതൻ വബാത്തിന, അവൻ്റെ അനുഗ്രഹങ്ങൾ നിറവേറ്റി തന്നു, ബാഹ്യവും ആന്തരികവുമായ അനുഗ്രഹങ്ങൾ നിറവേറ്റി തന്നു എന്നുള്ള പറയുന്നുണ്ട്. അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, കുല്ലുമാ യതലദ്ദദു ബിഹിൽ ബറായ നിഅമതൻ ലാഹിറത്തുൻ. ഒരു മനുഷ്യന് സന്തോഷം തോന്നുന്ന, റാഹത്ത് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ബാഹ്യമായ നിയമത്താണ്, അതാണ് ബാഹ്യമായ നിയമത്താണ്. അമ്മാ ഷക്കു അലൈഹിം മിനൽ ബലായ നിയമത്തുൻ ബാത്തിന. എന്നാൽ അവന് ബുദ്ധിമുട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ആന്തരികമായ നിയമത്വമാണ്. ഇപ്പോൾ ഒരാൾ ചോദിച്ചില്ലേ, നമ്മൾ ഒന്നിനും സന്തോഷമോ സങ്കടമോ ഇല്ലാത്ത അവസ്ഥ എന്താണെന്ന് ചോദിച്ചല്ലോ. സങ്കടം ഒന്നും തോന്നുന്നില്ല. ശരിക്കും അതും സന്തോഷം തന്നെയാണ്, നമുക്ക് സങ്കടം തോന്നാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്കൊരു തലവേദന വന്ന് നോക്കൂ, അപ്പം മനസ്സിലാവും തലവേദന പോകുന്ന അവസ്ഥ സന്തോഷമാണെന്ന്. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞ കാണാം, സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും സങ്കടം പോകുന്ന അവസ്ഥനെ പറയുന്ന പേരാണ്. അപ്പോൾ നമുക്ക് ഉറക്കിൽ സന്തോഷം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ഷീണം മാറുന്നു എന്നുള്ളതാണ്. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വിശപ്പ് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാം. അപ്പോൾ നമുക്ക് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല, സങ്കടം തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതും സന്തോഷം തന്നെയാണ്. സങ്കടം നമുക്ക് ഉണ്ടായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. സങ്കടം വന്നാൽ നമുക്ക് മനസ്സിലാവും അത് മാറി ഈ ഒരു അവസ്ഥയിലേക്ക് വരൽ സന്തോഷമായിരുന്നു എന്ന്. വഹാസുൽ ഹാദി ഹിലിബാറ, ഈ ഒരു കാര്യങ്ങളുടെ ഒക്കെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ അല്ലദീ അബ്റഫി ആഹുലായിൽ മഷായിഖുൽ കുമ്മൽ, ഈ കാമിലീങ്ങളായ ശേഖന്മാർ പറഞ്ഞതിൻ്റെ ഒക്കെ രത്നച്ചുരുക്കം ബയാനി ഹക്കീക്കത്തിൽ അദബിൻ്റെ ഹക്കീക്കത്തിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം യർജു ഇല അന്ന മുറാദ ബി അദബി മാ തഹ്സുനു ബി ഹാലത്ത് അൽ അബ്ദു ഫീമാ ബൈനഹു വ ബൈനല്ലാഹു തആല. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അടിമയുടെ അദബ് എന്ന് പറഞ്ഞാൽ അവനും അവൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കലാണ്. വഫീമാ ബൈനഹു വ ബൈന മലായികത്തിഹി സുബ്ഹാനഹു തആല, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ മലായിക്കത്തുകളും അവനും ഇടയിലുള്ള കാര്യങ്ങൾ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും നല്ലതാക്കി തീർക്കലാണ്. വഖുതുബിഹി, അതുകൊണ്ട് അവൻ്റെ കിതാബുകളിലും, വറസുലിഹി, അതുകൊണ്ട് അവൻ്റെ നബിമാരിലും മുർസലീങ്ങളിലും, വസായിരി നാസി അലാ ഇഖ്തിലാഫി തബഖാതിഹിം വ അൻവാഇഹിം, പിന്നെ മനുഷ്യന്മാരെ മുഴുവനും അവരുടെ ഇടയിലും മനുഷ്യന്മാർ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും, പല രൂപത്തിലുള്ളവരുണ്ടാവും. അവരുടെ ഒക്കെ ഇടയിൽ ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളലാണ് അദബ്. അള്ളാഹുമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായും കിതാബുമായും മലായിക്കത്തുമായും ഈ മനുഷ്യന്മാരുടെ ഇടയിലും ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളലാണ് അദബ് എന്ന് പറയുന്നത്. അതിനനുസരിച്ച് ഫലാ യഖ്റുജുൽ അദബ ഇൻദ തഅമ്മുൽ, നമ്മളിതിനെപ്പറ്റി ചിന്തിച്ചാൽ അദബ് പുറത്തു പോകില്ല. അനിൽ അഖ്സാമുൽ അർബ, നേരത്തെ പറഞ്ഞ 4 വിഭാഗം ഉണ്ടല്ലോ, 4 വിഭാഗം അദബിനെ പറ്റി പറഞ്ഞില്ലേ? ശരീഅത്തിൻ്റെ അദബ്, ഖിദ്മത്തിൻ്റെ അദബ്, സത്യത്തിനോടുള്ള അദബ്, ഹക്കീക്കത്തിൻ്റെ അദബ് എന്ന് പറഞ്ഞല്ലോ. ഈ 4 എണ്ണത്തിന് പുറത്ത് ഒരു അദബും പോകില്ല.
അല്ലത്തി ദക്കറഹ ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മഹുല്ലാഹു തആല, ഷെയ്ഖ് മുഹീദ്ദീൻ ബിൻ അറബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ വലാ തഖർജു ഹാദിഹിൽ അഖ്സാമുൽ അർബഅ അൽ ഖിസ്മൈൻ, എന്നാൽ ഈ 4 എണ്ണത്തിനെ നമുക്ക് 2 എണ്ണമായി ചുരുക്കുകയും ചെയ്യാം. അദബുൽ ഫുഖഹാ വ അദബ് സൂഫിയ, ഫുഖഹാക്കളെ അതുപോലെ അതായത് ബാഹ്യമായ പണ്ഡിതന്മാർ അദബ്, അദബ് സൂഫിയ സൂഫിയാക്കന്മാർ അദബ് എന്നിങ്ങനെ തരംതിരിക്കുകയും ചെയ്യാം. എന്തർജു അവ്വലു മിൻ ഹാഫിസാനി, എന്നാൽ ഈ ഫുഖഹാക്കളുടെ അദബ് സൂഫിയാക്കന്മാരുടെ അദബിൽ ഉള്ളതാണ് തന്നെ. ഫതസീറു ഇലാ ഖിസ്മു വാഹിദ്, അപ്പോൾ പിന്നെ ഒറ്റ അദബ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാക്കി മാറ്റാം. എന്താണ് സൂഫിയാക്കന്മാർ അദബ്? ഈ 4 അദബിനെയും ശരീഅത്തിന്റെ അദബ്, അതുപോലെ തന്നെ ഹിദ്മത്തിന്റെ അദബ്, സത്യത്തിനോടുള്ള അദബ്, ഹക്കീക്കത്തിനോടുള്ള അദബ്, ഇതെല്ലാം കൂടി നമുക്ക് 2 ആക്കി വീണ്ടും ചുരുക്കുക. അതെന്താ? ബാഹ്യമായ പണ്ഡിതന്മാർ അദബ്, സൂഫിയാക്കന്മാർ അദബ്. എന്നാൽ ഈ സൂഫിയാക്കന്മാർ അദബിൽ ബാഹ്യമായ പണ്ഡിതന്മാർ അദബും വരുന്നുണ്ട്. അപ്പൊ അദബ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമായിട്ട് പറയാം. അതെന്താ? സൂഫിയാക്കന്മാർ അദബിനാണ് അദബ് എന്ന് പറയാം. ഹസ്ബു മാ അഫ്ളലു ഫീഹി ജവാഹിർ അഫ്സഹു ബിഹി ഫി ജവാഹിർ മാനി, ജവാഹിറുൽ മാനി അതിനെ നമുക്ക് വിശദീകരിച്ച് പറഞ്ഞതുപോലെ കുറിപ്പിൽ അല്ലാമ സുഖൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, തിജാനി മുരീദ് ഈ തരീഖത്തിൽ പ്രവേശിക്കുന്നതോട് തന്നെ മുമ്പ് അവനിൽ കാണപ്പെടാത്ത ചില അദബുകളുടെ ലക്ഷണങ്ങൾ അവന് വെളിപ്പെടുന്നു. ഈ അദബുകൾ പ്രസ്തുത മുരീദ് അണിയുന്ന ഒരു വിശിഷ്ട വസ്ത്രം പോലെയാണ്. സൽസ്വഭാവങ്ങളെക്കുറിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും അവന് അറിവില്ലെങ്കിൽ പോലും അത് അവനിൽ പ്രകടമാകുന്നു. ഇതൊക്കെ ഒരു അത്ഭുതം തോന്നുന്ന വാക്കുകളാണ്. ഇപ്പം നമ്മൾ ചില ഇഖ്വാനികളൊക്കെ കാണാറില്ല, അവർ ബയ്യത്തൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പിന്നെ അവർ പല കോലത്തിലായിരിക്കും. അതേസമയം ബയ്യത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ അടിമുടി മാറിയിട്ടുണ്ടാവും, വേറെ എന്തോ ഒരാളായി മാറിയിട്ടുണ്ടാവും. എന്നാൽ ഒരുപാട് ക്ലാസ് കേട്ടിട്ടോ ഒന്നും ആവണമെന്നൊന്നുമില്ല, ഒരുപാട് ഇതിന് വിശദീകരണം കേട്ടിട്ടോ ഒന്നുമല്ല, മൊത്തം മാറിയിട്ടുണ്ടാവും ആ ബയ്യത്ത് ഇതോടുകൂടി തന്നെ. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? ഒരിക്കലും ഒരു മുരീദിനെ കുറിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ കണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് പരിചയമുള്ള ഒരാളാണ്. ആദ്യമായിട്ട് നമ്മൾ നല്ല അദബുള്ള മുരീദാണ്, ഷെയ്ഖിൻ്റെ മുരീദാണ്. അപ്പോൾ ഓരോടെ നമ്മൾ ആദ്യമായിട്ട് എന്നാ കണ്ടത്? അപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. എന്താ പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് കണ്ട ആളാണോ ഇദ്ദേഹം? അത് ഇദ്ദേഹമാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. അത് ആണി ഉറുമ്പ് തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അത് അദ്ദേഹം ഒരുപാട് ക്ലാസ്സൊക്കെ കേട്ട് അങ്ങനെ ആയിത്തീർന്നതുമല്ല. അന്ന് അങ്ങനത്തെ ഒരു അദബൊന്നും നമ്മൾ അവരിൽ നിന്ന് കാണുന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ നമ്മൾ വന്ന് കാണുന്നു പോകുന്നു. പിന്നീട് അദബിൻ്റെ ഒരു എന്താ പറയുക, ഒരു പര്യായം പോലെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ചില ആളുകളിലൊക്കെ. അങ്ങേയറ്റത്തെ അദബ്. എന്നാൽ അത് അവർ ശീലിച്ചതൊന്നുമല്ല, പണ്ടേ അവർ ശീലിച്ചതല്ല, അവരങ്ങനത്തെ സ്വഭാവക്കാരല്ല. പക്ഷെ പിന്നീട് അത് മൊത്തം മാറുന്നതിൽ കാണുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഞാൻ ഈ വാക്കുകളും കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം യഥാർത്ഥത്തിൽ തിജാനി മുരീദാണെങ്കിൽ സ്വാഭാവികമായി അവനിൽ ഉണ്ടായിത്തീരുന്ന ഒരു മാറ്റമാണിത്. അവൻ്റെ മുമ്പുള്ള പ്രകൃതവും പിന്നീടുള്ള പ്രകൃതവും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റൂല. അത്രയും അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ അദബ് വന്നു ചേരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വചനം അവനിൽ പ്രതിഫലിക്കുന്നുണ്ട്. നിശ്ചയമായും അള്ളാഹു എന്നെ അദബ് പഠിപ്പിക്കുകയും അങ്ങനെ എൻ്റെ അദബിനെ അവൻ ഏറ്റവും മനോഹരമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അദബുകളോടെ സാദിഖായ മുരീദ് തൻ്റെ സഹോദരങ്ങൾക്കിടയിൽ ഗാംഭീര്യം, ലജ്ജ, മാന്യത, പ്രശാന്തത, ഹൃദയം തകർന്ന അവസ്ഥ തുടങ്ങിയവയാൽ അലങ്കൃതനായി പ്രത്യക്ഷപ്പെടുന്നു. അവൻ്റെ ഉള്ളിൽ അവൻ വഹിക്കുന്ന ആത്മീയ വെളിച്ചങ്ങൾ, തിരിച്ചറിവുകൾ, രഹസ്യങ്ങൾ എന്നിവയുടെ അടയാളങ്ങളായി വർത്തിക്കുന്ന ഇതുപോലുള്ള ഉത്തമ സ്വഭാവ ഗുണങ്ങളും അവനിൽ കാണാവുന്നതാണ്. എത്ര ഒരു മനോഹരമായൊരവസ്ഥയാണ് ഇതെന്ന് ഞാൻ ചിന്തിക്കുക. അതുപോലെ തന്നെ ചില മുരീദന്മാരൊക്കെ മുമ്പ് വളരെ മോശമായി പെരുമാറുന്നവർ, എന്ത് ചെറിയ കാര്യത്തിൽ കേട്ടാൽ ദേഷ്യം പിടിക്കുന്നവർ, ചീത്ത പറയുന്നവർ, അടി ഉണ്ടാക്കുന്നവർ. എന്നാൽ എന്ത് പ്രശ്നം വന്നാലും, ആരടി ഉണ്ടാക്കിയാലും ആര് ചീത്ത പറഞ്ഞാലും കേട്ടാലും ഒരു പ്രശ്നമില്ല, പുറത്തു കൊടുക്കാനോ വിട്ടുകയും ചെയ്ത് കൊടുക്കാനൊക്കെ അവർക്ക് അറിയാതെ തന്നെ അവർ ഉള്ളുന്ന അവസ്ഥ വരിക എന്ന് പറയുന്നത് ഇതൊക്കെ അള്ളാഹു തിജാനി മുരീദന്മാർക്ക് കൊടുക്കുന്ന വലിയ ഫضലാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് ത്വരീക മഹദൽ ഫളലി വൽ റിദ്വാനി ഉസീസ ബിസുന്നതി വൽ ഫുർഖാനി.
ഇനി ജവഹർ മാനിയിൽ പറഞ്ഞ വാക്ക് പറയാൻ മനസ്സു കലാമി ഫി റഹിമഹുല്ലാഹു തആല മാനവരുടെ വാക്കുകളാണത്. അപ്പോൾ അദബ് ഇന്ദൽ ഫുഖഹാക്കളടുത്ത് അദബ് എന്ന് പറഞ്ഞാൽ, അതായത് ബാഹ്യമായ പണ്ഡിതന്മാർ അദബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇബാറത്തുൻ അനിൽ ഖിയാം, അത് പൂർത്തീകരിക്കലാണ്. ബിമാ ബാദൽ വാജിബാതി വസുനൻ, നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും കഴിഞ്ഞാൽ മിൻ ഫളായിലി വറആയിബ്, നല്ലതും ഉത്തമമായതുമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. മുതഅല്ലിഖത ബി അഹ്വാലിൽ ഇൻസാൻ, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, മിൻ നൗം ഉറക്കത്തിൽ, വയക്കലത്തിൻ ഉണർവിൽ, വാക്കലിൻ ഭക്ഷണത്തിൽ, വഷുർബിൻ പാനീയം നടത്തുന്നതിൽ, വദിക്രിൻ ദിക്റൊല്ലുന്നതിൽ, ദുആ ചൊല്ലുന്നതിൽ, മനഹ്വിദാലിക്ക് അതുപോലുള്ള മറ്റു കാര്യങ്ങളിൽ. അപ്പോൾ ഒരു ഫുഖഹാക്കളടുത്ത് അദബ് എന്ന് പറഞ്ഞാൽ വാജിബും സുന്നത്തുമായ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണം, ഉണർന്ന് നടക്കുമ്പോൾ എങ്ങനെ ഉണർന്ന് നടക്കണം, തിന്നുമ്പോൾ എങ്ങനെ തിന്നണം, കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം, ദിക്റൊല്ലുമ്പോൾ എങ്ങനെ ദിക്റൊല്ലണം, ദുആ ചൊല്ലുമ്പോൾ ദുആ എങ്ങനെ ഓതണം, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കുക, അതിൻ്റെ ഉത്തമമായ സ്വഭാവം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫുഖഹാക്കൾ അദബ് എന്ന് പറഞ്ഞാൽ. വൈന്ദ സൂഫിയ, എന്നാൽ സൂഫിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അദബന്ത ഇബാറത്വാൻ ജമീൽ ഹിസാലുൽ ഖൈർ, എല്ലാ ഹൈറിൻ്റെ വിശേഷണങ്ങളും സ്വഭാവങ്ങളും ഒരുമിച്ച് കൂട്ടലാണ്. ഔസാഫിൽ ബിർ, അതുപോലെ തന്നെ എല്ലാ നന്മയുടെ വിശേഷണങ്ങളും. വഹുവ വസ്ഫുൻ ജാമിയുൻ, അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ലിസിഫാത്തിൽ മജീദ, ഏറ്റവും നല്ല വിശേഷണങ്ങൾ. വ അഖ്ലാഖിൽ ഹമീദ, ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല രൂപത്തിലുള്ള സ്വഭാവങ്ങൾ. വ തുനാസിബ ഔസാഫിൽ ഉബൂദിയ, ഉബൂദിയത്തിന് ഏറ്റവും യോജിക്കുന്ന രൂപത്തിലുള്ള സ്വഭാവങ്ങൾ. വ ജലാൽ റുബൂബിയ, റുബൂബിയത്തിന് ഏറ്റവും അനുയോജ്യമായ സ്വഭാവം, റുബൂബിയത്തിനോട് ചേരാൻ ഏറ്റവും അനുയോജ്യമായ സ്വഭാവങ്ങൾ. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടലാണ്. അപ്പോൾ ഫുഖഹാക്കളുടെ അദബ് എന്ന് പറഞ്ഞാൽ സുന്നത്തും ഫർളും കഴിഞ്ഞാലുള്ള മറ്റ് ബാഹ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിലേറ്റവും നല്ല കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കലാണ്. സൂഫിയാക്കന്മാർ അദബ് എന്ന് പറഞ്ഞാൽ എല്ലാ നല്ലതിനെ ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ ഹൈറിനെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂഫിയാക്കന്മാർ അല്ലാണ്ട് ഔലിയാക്കന്മാരെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ ചിലപ്പോൾ ഒരു ഷെയ്ഖ് അവരോട് പറയുന്ന കാര്യം ആരും ചിലപ്പോൾ ഫുഖഹാക്കളെടുത്ത് അദബുകേടായിട്ട് അവർക്ക് തോന്നിയെന്ന് വരാം. ഉദാഹരണത്തിന് നിങ്ങളിത് ചൊല്ലണ്ട, അല്ലെങ്കിൽ ഇന്ന ഒരാളടുത്ത് ഒരു ശരിയുണ്ട്, വേറൊരാളടുത്തൊരു തെറ്റുണ്ട്. ചില സമയങ്ങളിൽ ഈ ഷെയ്ഖ് മുരീദിനോട് പറയും, നിൻ്റെ അടുത്ത് തെറ്റാണ്, നിൻ്റെ അടുത്ത് ശരിയാണെങ്കിലും നീ അവരോട് സോറി പറഞ്ഞേക്ക്, അവരെ മുമ്പ് താന്നു കൊടുത്തേക്ക്, അതാണ് ഇപ്പം നല്ലത്, അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയേക്ക്. അപ്പോൾ നമുക്കിത് എന്തിനാണ് അങ്ങനെ പെരുമാറണമെന്ന് തോന്നുന്നു. കാരണം അത് ഫുഖഹാക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള, കാരണം ഇത് കുറച്ചും കൂടി വിശാലമായ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു അദബാണ്. ആ അദബ് മശായിഖന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് റുബൂബിയത്തിലേക്കും ഉബൂദിയത്തിലേക്കും ചേർത്ത് നിൽക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അബുദായി നിൽക്കുക എന്നുള്ള. അപ്പോൾ നമ്മൾ കുറേ നന്മകൾ ചെയ്യുക എന്നുള്ളതല്ല, കുറേ നല്ല വിശേഷണങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ആ വിശേഷണങ്ങളും നന്മകളൊക്കെ നമ്മൾ ഉബൂദിയത്തിലേക്ക് ചേർത്തിട്ടാവണം, റുബൂബിയത്തിനെ സ്ഥിരപ്പെടുത്തുന്നതാവണം. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളെ നന്മകൾ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉബൂദിയത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ നന്മകൾ ചെയ്താൽ ഉണ്ടാവുക. അപ്പോൾ ഒന്ന് താത്താൻ വേണ്ടി ചിലപ്പോൾ ഈ നന്മ വേണ്ടാന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ശരിയായിരിക്കും, ശരി വേണ്ട, നീ തെറ്റിന് കീപ്പിട്ട് കൊടുത്തേക്ക് എന്ന് പറയും. എന്തിന്? നമ്മളെ ഉബൂദിയത്ത് സ്ഥിരപ്പെടാൻ വേണ്ടി. ഇങ്ങനൊക്കെ ഉണ്ടാവാം. മൻ ജമാഹ ഖാന അദീബൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നവനാണ് യഥാർത്ഥത്തിൽ അദബുള്ളവൻ എന്ന് പറയുന്നത്. മുഅദ്ദബൻ മഅല്ലാഹി തആല വമഅ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനോടും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദബുള്ളവനാവുന്നവൻ ഇവനാണ്. സുമ്മ ഖാല, എന്നിട്ട് ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, വഅദബു ബിൽ മഅന അവ്വലി മുൻദരിജുൻ ഫീ ഹാദാ, എന്നാൽ ഈ ഫുഖഹാക്കളുടെ അദബ് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉൾക്കൊള്ളുന്നുണ്ട്. ഫുഖഹാക്കളെ അദബ് ഇതിന് പുറത്തൊന്നല്ല. സൂഫിയാക്കന്മാർ അദബിൻ്റെ ഉള്ളിൽ ഫുഖഹാക്കൾ അദബ് ഓൾറെഡി ഉണ്ട്, എന്നാൽ അതിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. വബിഹാദ യുറഫു ഹദീസ് സാബിഖ് വഹുവ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദബി റബ്ബി വഅഹ്സന തഅദീബി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക്
അദബ് പഠിപ്പിച്ചു തന്നു. വഹ്സനത അദീബി, എൻ്റെ അദബിനെ ഏറ്റവും സൗന്ദര്യമുള്ളതാക്കി തീർക്കുകയും ചെയ്തു. സുമ്മ അമറനി, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് കൽപ്പന നൽകി. ബിമക്കാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവ വിശേഷണങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി എന്ന് വിശ്വാസങ്ങൾ പറഞ്ഞല്ലോ. അതാണ് അസ്ലുൻ ജാമിഉ ലി ജമീ ഹാദിഹിൽ ഇബാറാത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ അസ്ല്, അതിൻ്റെ അടിസ്ഥാനം ഈ ഒരു ഹദീസാണ്. മുസ്തൗഫിൻ ലിസാരി ഹാദിഹി തഖ്സീമാത്ത് വൽ ഇഷാറാത്ത്, ഈ എല്ലാ വിഭാഗം അദബുകളെയും എല്ലാ സൂചനകളെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണിത്. വയഉലമു അന്നൽ അദബ ഹുവ ജംഉ ലി മകാരിമിൽ അഖ്ലാഖ്. അതുകൊണ്ട് അദബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവ ജംഉ ലി മകാരിമിൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവങ്ങളും ഉൾക്കൊള്ളിക്കുന്നതാണ്. വൽ ഫിആൽ വൽ മഹാസിനി സിഫാത്ത് വൽ ഖിലാൽ, അതുപോലെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും നല്ല വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അല അത്തമ്മുമായും യുംകിൻ, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഏറ്റവും പരിപൂർണമായത് കൊണ്ടിടക്കലാണ്. മിൻ വുജൂഹിൽ കമാൽ, ഏറ്റവും പരിപൂർണാർത്ഥത്തിൽ. ഫി ഹഖില്ലാഹി തആല, അള്ളാഹുവിനോട് യോജിച്ച്. വബി ഹഖി അബീദിഹി അലാ തഫ്സീൽ വൽ ഇജ്മാൽ, അവൻ്റെ അടിമകളോടും. മഅൽ വഖൂഫി ഫീ ദാലിക കുല്ലിഹി ഇൻദൽ ഹദ്ദി മഹ്ദൂദി ഫീഹി ശർഅൻ, എന്നാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ശരീഅത്തിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ടാവുകയും വേണം. ഫലാ യർതഖബു ഫീ ശൈഉൻ മിൻഹു, അതുകൊണ്ട് ഈ അദബുകളിൽ നിന്ന് അവനൊന്നും സ്വീകരിക്കൂല. അദബൽ ആമ്മ, പൊതുജനങ്ങളുടെ ആദാബുകൾ. അല്ലദീ തുബ്ഇദുഹും അനില്ലാഹി തആല, കാരണം അത് അള്ളാഹുവിൽ നിന്ന് അവൻ അകറ്റുന്നതായിരിക്കും. അതായത് അദബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പൊതുജനങ്ങൾ ഇവിടെ അദബ് എന്ന് പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം അദബാവണമെന്നില്ല. ഇപ്പം നമ്മൾ മോശമല്ലേ അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ചെയ്യണ്ടേ, അതൊക്കെ ആളുകളുടെ മുമ്പിൽ മോശമല്ലേ എന്നൊക്കെ പറയണ എല്ലാം അദബാവണമെന്ന് നിർബന്ധമല്ല. അതൊന്നും അദബല്ല പലപ്പോഴും. കാരണം പരിശുദ്ധമായ ശരീഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടല്ലാതെ, വിശ്വാസങ്ങളും മശായിഖന്മാരും നാവിലൂടെ നമ്മൾ കേട്ടതല്ലാതെ ഒന്നും യഥാർത്ഥത്തിൽ അദബല്ല. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ഉൾക്കൊള്ളണം, ഏറ്റവും നല്ല വിശേഷങ്ങൾ കൈക്കൊള്ളണം, ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും നിലനിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യലല്ല എന്നർത്ഥം. കാരണം ഖുർആൻ അള്ളാഹു പറഞ്ഞത് വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ കരുതുന്നത് അവർ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണെന്നാണ്. വഖദ് കാന സയ്യിദുന റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കമാഫി ജവാഹിറുൽ മാനിയിൽ പറഞ്ഞതുപോലെ ലാ യുഹിബ്ബു ഇർതിഖാബ ശൈഉൻ മിൻഹാ അസ്ലൻ, ഈ സാധാരണക്കാരുടെ അദബുകൾ എന്ന് പറയുന്ന പരിധിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും സയ്യിദുന ശൈഖ് റളിയല്ലാഹു തങ്ങൾ എടുക്കൂലായിരുന്നു. അത് ഈ എടുക്കാൻ മഹാനോൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇഖ്തിസാറ മിൻഹു റളിയല്ലാഹു അൻഹു അലാ മാ വറദ ഫീ ശരിയ, ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ശരീഅത്തിൽ എന്താണോ അത് പഠിപ്പിച്ചത് അത് മാത്രമേ എടുക്കുള്ളൂ. ആൾക്കാരെന്താ പഠിപ്പിക്കുന്നത് അതും എടുക്കൂല. ഏതുവരെ എന്ന് പറഞ്ഞാൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹദിയകൾ സ്വീകരിക്കില്ലായിരുന്നു. ആരെങ്കിലും ഹദിയ കൊടുത്താൽ അതിനർത്ഥം ഇത് നമ്മൾ ആരും ഹദിയ സ്വീകരിക്കരുതെന്നല്ല. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹാലിൽ മഹാനുകൾ ഹദിയ സ്വീകരിക്കില്ലായിരുന്നു പലപ്പോഴും. അത് നല്ല ആളുകൾ എന്നല്ലാതെ. എന്തുകൊണ്ടാണ് സ്വീകരിക്കാതിരുന്നത് പറഞ്ഞാൽ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ ഈ ഹദിയ ഒരു കൈക്കൂലിയാണെന്ന്. പല ഹദിയകളും ഇന്ന് കൈക്കൂലിയാണ്, ഹദിയകളല്ല. ഹദിയ അവർ തരുന്നതോട് അവർ നമ്മളുടെ നിന്ന് തിരിച്ചെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹദിയല്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കൂല, അത് തെറ്റാണെന്ന് ശൈഖ് അവർകൾ പറയാറുണ്ട്. അപ്പോൾ നാട്ടു നടപ്പനുസരിച്ച് അത് സ്വീകരിക്കൽ വളരെ നല്ല അദബാണ്. എന്നാൽ അത് സ്വീകരിക്കാതെ അദബുകേടാണ്. സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത് ചെയ്തിരുന്നില്ല. അത് നാട്ടു നടപ്പല്ല ശൈഖിൻ്റെ പ്രയോറിറ്റി. ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടത്, വിശ്വാസങ്ങൾ ഇഷ്ടപ്പെട്ടത് ശരീഅത്ത് പഠിപ്പിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് ഈ ഹദിയകൾ സ്വീകരിക്കുന്നത് ചെയ്യാറുണ്ടായിരുന്നില്ല. മാത്രമല്ല സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആളുകളെ സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവസാന കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യകാലത്തുള്ള മഹാനുകളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. അതുപോലെ ആളുകൾക്ക് സഹായം കൊടുക്കുന്നത് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സാധാരണക്കാർക്ക് ചില ആവശ്യക്കാർക്ക് സഹായം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് കാണാം. എന്തുകൊണ്ടാണ്? ചില ആൾക്കാർ സഹായം ചോദിച്ചു വരുമ്പോൾ അവർക്ക് സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സഹായം കൊടുത്താൽ അവരെ നോട്ടം ഷെയ്ഖിലേക്ക് വരും, അള്ളാഹിലേക്ക് ആവില്ല എന്ന് മനസ്സിലായാൽ അവർക്ക് കൊടുക്കൂല. അല്ലെങ്കിൽ വേറെ ആരിലേക്കെങ്കിലും കൂടെ കൊടുക്കും. അള്ളാഹു അവർക്ക് കൊടുത്തതാണ്, അള്ളാഹിലേക്കാണ് അവർ മടങ്ങേണ്ടതെന്നുള്ളൊരു ബോധം അവർക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്നാൽ ആ നാട്ടുനടപ്പനുസരിച്ച് ഇതൊന്നുമല്ലല്ലോ നടക്കൽ. അപ്പോൾ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ സ്വീകരിച്ചിരുന്ന അദബുകൾ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് പഠിപ്പിച്ച അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ പിന്നെ നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതനുസരിച്ചല്ല. തഖല്ലുഖു ബി അഖ്ലാഖി സുന്നത്തി അർറഫിയ, ഏറ്റവും സുന്നത്ത് പഠിപ്പിച്ച ഉന്നതമായ സുന്നത്ത് പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവങ്ങളായിരുന്നു ഷെയ്ഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുനടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഹദിയൻ്റെ വിഷയം പറഞ്ഞാൽ സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഷെയ്ഖിൻ്റെ ആദ്യ കാലത്തുള്ള പല രീതികളിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അവസാന കാലഘട്ടത്തിൽ പിന്നെ എല്ലാം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, എല്ലാം സ്വീകരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എല്ലാം അള്ളാഹുവിനായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടെ ആ ഒരു മാരിഫത്തിൻ്റെ കമാലിയത്തിനെ, ആ സമയത്തുള്ള മാരിഫത്തിൻ്റെ ഒരു കമാലിയത്തിനെ കാണിക്കുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞതാണ് ആദ്യകാലത്ത് മഹാനുകളിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്തുള്ള മഹാനുകളുടെ സൂക്ഷ്മതയാണ് ഇത് കാണിക്കുന്നത്. ജസാക്കല്ലാഹു ഖൈർ.